ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്തിരിക്കണം കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് സൗണ്ട് ഒക്കെ വരുന്നുണ്ട്. ഹരേ കൃഷ്ണ മാതാജി, പൊന്നമ്മ മാതാജി. മാതാജി റെഡിയാണോ? ഇന്ന് ഭക്തിവൃഷ്ടിക്ക് പ്രശ്നോത്തരിയാണ്. മാതാജി റെഡിയാണോ? എന്താണെന്ന് അറിയത്തില്ല. ഓക്കെ, അപ്പൊ മാതാജിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് സൗണ്ട് വന്നുകൊണ്ടിരുന്നേ. അപ്പൊ നമുക്ക് ആദ്യം ജ്ഞാനാംബിക മാതാജി ഇന്ന് മംഗളാചരണം ചെയ്തോളൂ. മംഗളാചരണം. മാതാജിയാണ്, മ്യൂട്ടിലാണ്, മൈക്ക് ഓൺ ആക്കിയിട്ട്. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ചൈതന്യമനോവിഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാതി സ്വപദാന്തികം വന്ദേഹം ശ്രീഗുരുപദകമലം ശ്രീയുതം വന്ദേഹം ശ്രീഗുരും ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഗണ രഘുനാഥാനിതം തം സജീവം സാദ്വൈതം സാവധൂതം ചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഗണ ലളിതാ ശ്രീവിശാഖാനിതാഞ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാ കാന്ത രാധാ കാന്ത നമോസ്തുതേ. സപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. മൂകം കരോതി വാചാലം പങ്കം ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരു ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യ ഈശ്വരം. വാഞ്ചാകൽപതരൂപശ്ച കൃപാസിന്ധുഭ്യശ്ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാക സ്വാമിൻ ഇതി നാമിനേ നമാചാര്യായ പദായ നിത്തായ കൃപാപ്രദായിനി ഗൗരഗദാദാമുദായ നഗരഗ്രാമധാരിണി. നമോ ഓം വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിതി നാമിനി. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണി. ജയ് ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾ എടുക്കാമെന്ന് തീരുമാനിച്ചിരിക്കുന്നത് ഭക്തിവൃക്ഷ പ്രശ്നോത്തരിയാണ്. അത് ആഴ്ച 15-ാമത്തെ പ്രശ്നോത്തരിയാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. അത് ഞാൻ കുറച്ചാൾ മുമ്പേ പ്രിപ്പയർ ചെയ്തത് കൊണ്ട് അത് എൻ്റെ കയ്യിൽ ഇരുന്നു. അതായത് ഇപ്പം എനിക്ക് മൊബൈലിൽ നിന്നായതുകൊണ്ട് എൻ്റെ ലാപ്ടോപ്പ് കേടായത് കാരണം മൊബൈലിൽ നിന്ന് ഷെയർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കേൾക്കണം. ഇതുവരെ പ്രശ്നോത്തരി എഴുതിയിട്ടില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ പറയാം. ഞാൻ ഏകദേശം ഒരു 20 ചോദ്യത്തോളം കാണുമായിരിക്കും. നോക്കട്ടെ, 15 ചോദ്യമേ ഉള്ളൂ. ആ 15 ചോദ്യത്തില് നമ്മള് 4 ഉത്തരങ്ങൾ കാണും ഓരോ ചോദ്യത്തിനും. അപ്പൊ അതില് ABCD എന്ന് പറഞ്ഞ 4 ഇതായിരിക്കും. അപ്പൊ അതില് ചെറിയൊരു തിരുത്തുണ്ട്. പ്രശ്നോത്തരി 16 കേട്ടോ. പ്രശ്നോത്തരി 16. ഞാൻ അയച്ചു തെറ്റിപ്പോയി. 16. അപ്പൊ ആ 16-ല് 2 ആഴ്ചയിലാണ്. വീക്ക് 55-ഉം 56-ഉമാണ്. 55-ഉം 56-ലെയാണ്. അപ്പൊ അത് നമുക്ക് എന്താണെന്ന് നോക്കാം. ഭക്തിവൃക്ഷ പ്രശ്നോത്തരി 16, വീക്ക് 55, 56, 4 ഉത്തരങ്ങൾ കാണാം. അതിൽ ഏറ്റവും പറഞ്ഞിരുന്നേ, പക്ഷെ അത് ഇട്ടതായിരുന്നു, ഓൾറെഡി ഇട്ടതായിരുന്നു. അപ്പൊ 4 ഉത്തരങ്ങൾ കാണും. ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ സെലക്ട് ചെയ്യാം.
അപ്പം എഴുതാത്ത ആൾക്കാർ ശ്രദ്ധിക്കുക, അതിലെ ഉത്തരം മുഴുവനായിട്ട് എഴുതാൻ പോകണ്ട. ABCDയിൽ നിന്ന് ഏതാന്ന് എഴുതിയാൽ മതി. അപ്പൊ അതിന് ഏറ്റവും കൃത്യമായിട്ടുള്ള ഉത്തരം എഴുതുക. എന്നിട്ട് നമുക്ക് അവസാനം നോക്കാം ഓരോരുത്തർക്കും എത്ര ഇത് കിട്ടിയെന്ന്, സ്കോർ കിട്ടിയെന്ന് നോക്കാം. അപ്പൊ ആദ്യത്തെ ചോദ്യം, ശ്രീല പ്രഭുപാദരുടെ അഭിപ്രായത്തിൽ ആർക്കാണ് കൃഷ്ണാവബോധത്തിൽ മുന്നേറാൻ കഴിയാത്തത്? ശ്രീല പ്രഭുപാദരുടെ അഭിപ്രായത്തിൽ ആർക്കാണ് കൃഷ്ണാവബോധത്തിൽ മുന്നേറാൻ കഴിയാത്തത്? A ചണ്ടാളന്, B ഭോഗാർത്ഥിക്ക്, C അർത്ഥാർത്ഥിക്ക്, D ഗുരുവുമായിട്ടുള്ള ബന്ധം ഉപരിപ്ലവമായി കാണുന്നവർക്ക്. ഗുരുവുമായിട്ടുള്ള ബന്ധം ഉപരിപ്ലവമായിട്ട് കാണുന്നവർക്ക്. ഒന്നുകൂടെ ചോദ്യം വായിക്കാം. ശ്രീല പ്രഭുപാദരുടെ അഭിപ്രായത്തിൽ ആർക്കാണ് കൃഷ്ണാവബോധത്തിൽ മുന്നേറാൻ കഴിയാത്തത്? A ചണ്ടാളന്, B ഭോഗാർത്ഥിക്ക്, C അർത്ഥാർത്ഥിക്ക്, D ഗുരുവുമായിട്ടുള്ള ബന്ധം ഉപരിപ്ലവമായി കാണുന്നവർക്ക്. അപ്പൊ ഒരു പേന എടുക്കുക, ഈ 4 പറഞ്ഞ ഉത്തരങ്ങളിൽ ഏറ്റവും ശരിയായിട്ടുള്ള ഉത്തരം ഏതാണെന്ന് മാർക്ക് ചെയ്യാം. ഉപരിപ്ലവം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? ഉപരിപ്ലവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഏറ്റവും പരമമായിട്ട് കാണുന്നത്. അല്ല, സോറി, പരമമായിട്ട് അല്ലാതെ കാണുന്നത്. അത് അത്ര വലിയ കാര്യമായിട്ട് എടുക്കാത്ത ആൾക്കാർ. അതിനെ ഉയർന്ന നിലയിൽ കാണാത്തത് അല്ലേ പ്രഭു? അതെ. കഴിഞ്ഞായിരുന്നു എല്ലാരും? രണ്ടാമത്തേത്, പ്രസാദ സമയത്ത് ആരെ വിളിച്ചിട്ടാണ് ഭക്തിയുത സേവനത്തിൽ അവരുടെ സഹായം ആവശ്യപ്പെടുന്നത്? പ്രസാദ സമയത്ത് ആരെ വിളിച്ചിട്ടാണ് ഭക്തിയുത സേവനത്തിൽ അവരുടെ സഹായം ആവശ്യപ്പെടുന്നത്? A ജഗായണ്ണുമതായി, B ചൈതന്യ മഹാപ്രഭുവിനെയും നിത്യാനന്ദ പ്രഭുവിനെയും, C അക്ഷയകുമാരന്മാർ, D ധന്വന്തരി മൂർത്തി. ഒന്നുകൂടി ചോദ്യം കേട്ടോളൂ. പ്രസാദ സമയത്ത് ആരെ വിളിച്ചിട്ടാണ് ഭക്തിയുടെ സേവനത്തിൽ അവരുടെ സഹായം ആവശ്യപ്പെടുന്നത്? A ജഗായണ്ണുമതായി, B ചൈതന്യ മഹാപ്രഭുവിനെയും നിത്യാനന്ദ പ്രഭുവിനെയും, C അക്ഷയകുമാരന്മാർ, D ധന്വന്തരി മൂർത്തി. ഉത്തരം എഴുതി കാണുമെന്ന് വിചാരിക്കാം. അടുത്തത് മൂന്നാമത്തെ ചോദ്യം, ഒരു വൈഷ്ണവ ആചാര്യൻ സദാ എന്തിൽ വ്യാപൃതരായിരിക്കണം? ഒരു വൈഷ്ണവ ആചാര്യൻ സദാ എന്തിൽ വ്യാപൃതരായിരിക്കണം? A രാധാകൃഷ്ണ പൂജയിൽ, B വേദാധ്യയനത്തിൽ, C രണ്ടും ശരിയാണ്, D രണ്ടും തെറ്റാണ്. ഒരു വൈഷ്ണവ ആചാര്യൻ സദാ എന്തിൽ വ്യാപൃതരായിരിക്കണം? A രാധാകൃഷ്ണ പൂജയിൽ, B വേദാധ്യയനത്തിൽ, C രണ്ടും ശരിയാണ്, D രണ്ടും തെറ്റാണ്. അടുത്ത ചോദ്യം, ഇത്ര എഴുതി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം നാലാമത്തേത്, കൃഷ്ണാവബോധ പ്രവർത്തകൻ എങ്ങനെയാണ് ബദ്ധാത്മാക്കളെ ഭഗവത് ധാമത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ സഹായിക്കുന്നത്? ഒരു കൃഷ്ണാവബോധ പ്രവർത്തകൻ എങ്ങനെയാണ് ബദ്ധാത്മാക്കളെ ഭഗവത് ധാമത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ സഹായിക്കുന്നത്? A അഷ്ടാംഗ യോഗാഭ്യാസനം കൊണ്ട്, B ശ്വാസ നിയന്ത്രണത്തിലൂടെ, C കീർത്തനങ്ങൾ സംഘടിപ്പിച്ച്, D ഇതൊന്നുമല്ല. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. കൃഷ്ണാവബോധ പ്രവർത്തകൻ എങ്ങനെയാണ് ബദ്ധാത്മാക്കളെ ഭഗവത് ധാമത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ സഹായിക്കുന്നത്? A അഷ്ടാംഗ യോഗ അഭ്യാസനത്തിലൂടെ, B ശ്വാസ നിയന്ത്രണത്തിലൂടെ, C കീർത്തനങ്ങൾ സംഘടിപ്പിച്ച്, D ഇതൊന്നുമല്ല. ഏറ്റവും ശരിയായിട്ടുള്ള ഉത്തരം എഴുതുക.
അഞ്ചാമത്തെ ചോദ്യം, ഗുരു സേവയിലൂടെ ശരിയായി ആരെയാണ് നമ്മൾ സേവിക്കുന്നത്? എ ഗുരുവിനെ തന്നെ, ബി ഗോപികമാരെ, സി രണ്ടും ശരിയാണ് രണ്ടും തെറ്റാണ്. ഗുരു സേവയിലൂടെ ശരിയായി നമ്മൾ ആരെയാണ് സേവിക്കുന്നത്? എ ഗുരുവിനെ തന്നെ, ബി ഗോപികമാരെ, സി രണ്ടും ശരിയാണ് രണ്ടും തെറ്റാണ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ കേട്ടില്ലല്ലോ. ഗുരു സേവയിലൂടെ ശരിയായി അത് നമ്മൾ മുറിഞ്ഞു പോകുന്നു. നെറ്റ് ശരിയാണ്. ഗുരു സേവയിലൂടെ ശരിയായി ആരെയാണ് നമ്മൾ സേവിക്കുന്നത്? എ ഗുരുവിനെ തന്നെ, ബി ഗോപികമാരെ, സി രണ്ടും ശരിയാണ് ഡി രണ്ടും തെറ്റാണ്. ആറാമത്തെ ചോദ്യം, ആത്മീയ ലോകത്തിൽ ഭഗവാനുമായിട്ടുള്ള ശാശ്വത ബന്ധം എങ്ങനെയാണ് തുറന്നു കിട്ടുന്നത്? ആത്മീയ ലോകത്തിൽ ഭഗവാനുമായിട്ടുള്ള ശാശ്വത ബന്ധം എങ്ങനെയാണ് തുറന്നു കിട്ടുന്നത്? എ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോൾ, ബി ഗംഗാസ്നാനം ചെയ്യുമ്പോൾ, സി ഗുരുവിന്റെ ആജ്ഞകൾ അണുവിട തെറ്റാതെ അനുസരിക്കുമ്പോൾ, ഡി എല്ലാം തെറ്റാണ്. ഒന്നുകൂടെ, ആത്മീയ ലോകത്തിൽ ഭഗവാനുമായിട്ടുള്ള ശാശ്വത ബന്ധം എങ്ങനെയാണ് തുറന്നു കിട്ടുന്നത്? എ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോൾ, ബി ഗംഗാസ്നാനം ചെയ്യുമ്പോൾ, സി ഗുരുവിന്റെ ആജ്ഞകൾ അണുവിട തെറ്റാതെ അനുസരിക്കുമ്പോൾ, ഡി എല്ലാം തെറ്റാണ്. ഏഴാമത്തെ ചോദ്യം, ഗുരുവിന്റെ സ്വീകാര്യത എന്തിനെ ആശ്രയിച്ചിരിക്കും? ഗുരുവിന്റെ സ്വീകാര്യത എന്തിനെ ആശ്രയിച്ചിരിക്കും? എ ലക്ഷണങ്ങൾക്കും യോഗ്യതകൾക്കും അനുസരിച്ച്, ബി ഗുരുശിഷ്യ പരമ്പരയിൽ വരുന്നതും എല്ലാ പ്രവൃത്തികളിലും സംഭാഷണങ്ങളിലും ഭഗവാന്റെ നിർവ്യാജനായ പ്രതിനിധിയുമായിരിക്കണം, സി രണ്ടും ശരിയാണ് ഡി രണ്ടും തെറ്റാണ്. ഗുരുവിന്റെ സ്വീകാര്യത എന്തിനെ ആശ്രയിച്ചായിരിക്കും നിർണയിക്കുന്നത്? എ ലക്ഷണങ്ങൾക്ക് യോഗ്യതകൾക്കും അനുസരിച്ചിട്ട്, ബി ഗുരുശിഷ്യ പരമ്പരയിൽ വരുന്ന ആളായിരിക്കണം, എല്ലാ പ്രവൃത്തികളിലും സംഭാഷണങ്ങളിലും ഭഗവാന്റെ നിർവാചനായ പ്രതിനിധിയുമായിരിക്കണം, സി ഇവ രണ്ടും ശരിയാണ് ഡി ഇവ രണ്ടും തെറ്റാണ്. എട്ടാമത്തേത്, ഒരാൾ എങ്ങനെയാണ് ശുദ്ധീകരിക്കപ്പെടുന്നത്? എ ഭഗവാന്റെ ശുദ്ധഭക്തന്മാരുടെ പാദകമലങ്ങളിൽ ശരണാഗതി അടയുമ്പോൾ, ബി സ്വയം ഭഗവത് ഭക്തന്റെ സേവകനായി കരുതുന്നവരിൽ ശരണാഗതി അടയുമ്പോൾ, സി രണ്ടും ശരിയാണ് ഡി രണ്ടും തെറ്റാണ്. ഒരാൾ എങ്ങനെയാണ് ശുദ്ധീകരിക്കപ്പെടുന്നത്? ഭഗവാന്റെ ശുദ്ധഭക്തന്മാരുടെ പാദകമലങ്ങളിൽ ശരണാഗതി അടയുമ്പോഴാണോ, സ്വയം ഭഗവത് ഭക്തന്റെ സേവകനായി കരുതുന്നവരിൽ ശരണാഗതി അടയുമ്പോഴാണോ? ഇത് രണ്ടും ശരിയാണ്, ഇത് രണ്ടും തെറ്റാണ്. ഇതിൽ ഏത് ഉത്തരമാണ് ശരി? ഒമ്പതാമത്തെ ചോദ്യം, ആരുടെ അഭിപ്രായത്തിൽ ശിഷ്യന്റെ ആത്മാവും ശരീരവും ഗുരുവിന്റെ ആജ്ഞ നിറവേറ്റാൻ മാത്രമുള്ളതാണ്? ആരുടെ അഭിപ്രായത്തിൽ ശിഷ്യന്റെ ആത്മാവും ശരീരവും ഗുരുവിന്റെ ആജ്ഞ നിറവേറ്റാൻ മാത്രമുള്ളതാണ്? എ നരോത്തമദാസ് ഠാക്കൂറ, ബി ഭക്തി വിനോദ ഠാക്കൂറ, സി സ്വരൂപ് ദാമോദർ ദാസ്, ഡി വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂറ. ഒന്നുകൂടെ പറയാം, ആരുടെ അഭിപ്രായത്തിലാണ് ശിഷ്യന്റെ ആത്മാവും ശരീരവും ഗുരുവിന്റെ ആജ്ഞ നിറവേറ്റാൻ മാത്രമുള്ളതാണ് എന്ന് ആരാണ് പറഞ്ഞിരിക്കുന്നത്? നരോത്തമദാസ് ഠാക്കൂർ ആണോ, ഭക്തി വിനോദ ഠാക്കൂർ ആണോ, സ്വരൂപ് ദാമോദർ ദാസ് ആണോ, വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂറയാണോ? ഇവരിൽ ആരാണ് പറഞ്ഞിരിക്കുന്നത്?
അടുത്തത് 10ാമത്തെ ചോദ്യം. നിങ്ങൾ ആരെയും കാണുന്നില്ലല്ലോ, എല്ലാവരും ഉറക്കാണോ? എവിടെ പോയിരിക്കും? ഒരാളെയും കാണുന്നില്ല. അതോ ഇനി നിങ്ങൾ ഭക്തിവിഷയുടെ അതെടുത്ത് നോക്കി ഉത്തരം എഴുതുവാണോ? ഹരേ കൃഷ്ണ. ഇപ്പൊ സമാധാനായി, എല്ലാരും ഒക്കെ ഉണ്ടല്ലേ. ഞാനോർത്ത് ഉറങ്ങിക്കാണുമായിരിക്കും. ഹരേ കൃഷ്ണ. അടുത്ത ചോദ്യം. ഒരു ശിഷ്യന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണ്? ഒരു ശിഷ്യന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണ്? എ, ഗുരുദീക്ഷ എടുക്കുക. ബി, ഗുരുവിനെ പ്രീതിപ്പെടുത്തുക. സി, കൃഷ്ണനിലേക്ക് എത്തുക. ഡി, ഇതൊന്നുമല്ല. ചോദ്യം ഒന്നുകൂടെ. ഒരു ശിഷ്യന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണ്? എ, ഗുരുദീക്ഷ എടുക്കുക. ബി, ഗുരുവിനെ പ്രീതിപ്പെടുത്തുക. സി, കൃഷ്ണനിലേക്ക് എത്തുക. ഡി, ഇതൊന്നുമല്ല. അടുത്തത്. എന്താണ് ഒരു ശിഷ്യന്റെ ഉയർച്ചയെ പൂർണ്ണമായും തടയുന്നത്? എന്താണ് ഒരു ശിഷ്യന്റെ ഉയർച്ചയെ പൂർണ്ണമായും തടയുന്നത്? എ, ദൈവകോപം. ബി, പിതൃകോപം. സി, അജ്ഞത. ഡി, ഗുരുവിന്റെ അപ്രീതി. എന്താണ് ഒരു ശിഷ്യന്റെ ഉയർച്ചയെ പൂർണ്ണമായും തടയുന്നത്? എ, ദൈവകോപം. കഥ സംസാരിക്കും. ശരി. എന്താണ് ഒരു ശിഷ്യന്റെ ഉയർച്ചയെ പൂർണ്ണമായും തടയുന്നത്? എ, ദൈവകോപം. ബി, പിതൃകോപം. സി, അജ്ഞത. ഡി, ഗുരുവിന്റെ അപ്രീതി. കുറച്ച് ടഫ് ആണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, എഴുതി അറിയാവുന്ന പോലെ അങ്ങ് എഴുതൂല്ല. ശരിയായിട്ട് വരും. 12ാമത്തേത് എങ്ങനെ പരമദിവ്യോത്തമ പുരുഷനുമായിട്ടുള്ള ശാശ്വത ബന്ധം സാക്ഷാത്കരിക്കും? 12ാമത്തെ ചോദ്യം. എങ്ങനെ പരമദിവ്യോത്തമ പുരുഷനുമായിട്ടുള്ള ശാശ്വത ബന്ധം സാക്ഷാത്കരിക്കും? എ, ജീവിതവും ചിന്തകളും ഗുരു ആജ്ഞ നിറവേറ്റാൻ ഉതകുന്ന തരത്തിൽ രൂപപ്പെടുത്തുമ്പോൾ. ബി, ലൗകിക ജീവിതം ഉപേക്ഷിക്കുമ്പോൾ. സി, ഞാനും ഭഗവാനും ഒന്നാണെന്ന് കരുതുമ്പോൾ. ഡി, എല്ലാം തെറ്റാണ്. എങ്ങനെ പരമദിവ്യോത്തമ പുരുഷനുമായിട്ടുള്ള ശാശ്വത ബന്ധം സാക്ഷാത്കരിക്കപ്പെടും? എ, ജീവിതവും ചിന്തകളും ഗുരുവിന്റെ ആജ്ഞ നിറവേറ്റാൻ ഉതകുന്ന തരത്തിൽ രൂപപ്പെടുത്തുമ്പോഴാണോ? ബി, ലൗകിക ജീവിതം ഉപേക്ഷിക്കുമ്പോഴാണോ? സി, ഞാനും ഭഗവാനും ഒന്നാണെന്ന് കരുതുമ്പോഴാണോ? ഡി, എല്ലാം തെറ്റാണ്. എഴുതി കഴിഞ്ഞെങ്കിൽ അടുത്തത് 13ാമത്തെ ചോദ്യം. ഭഗവത് നാമം ജപിക്കുന്ന ഏതൊരു ഭക്തനെയും സർവാത്മന ആദരിക്കണം എന്ന് പറഞ്ഞ മഹത് വ്യക്തി ആരാണ്? ഭഗവത് നാമം ജപിക്കുന്ന ഏതൊരു ഭക്തനെയും സർവാത്മന ആദരിക്കണം എന്ന് പറഞ്ഞ മഹത് വ്യക്തി ആരാണ്? എ, ജീവഗോസ്വാമി. ബി, ബലദേവ് വിദ്യാഭൂഷൺ. സി, ജയദേവ കവികൾ. ഡി, രൂപഗോസ്വാമി. ഭഗവത് നാമം ജപിക്കുന്ന ഏതൊരു ഭക്തനെയും സർവാത്മന ആദരിക്കണം എന്ന് പറഞ്ഞ വ്യക്തി ഈ പറഞ്ഞിരിക്കുന്നതിൽ ആരാണ്? എ, ജീവഗോസ്വാമി. ബി, ബലദേവ് വിദ്യാഭൂഷൺ. സി, ജയദേവ കവികൾ. സി, രൂപഗോസ്വാമി. അടുത്ത ചോദ്യം. 14ാമത്തെ ചോദ്യം. ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങളിൽ മാത്രം ഭഗവാനെ കാണുന്ന ഭക്തരുടെ പേരെന്ത്? ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങളിൽ മാത്രം ഭഗവാനെ കാണുന്ന ഭക്തരുടെ പേരെന്ത്? എ, യോഗികൾ. ബി, കനിഷ്ഠ ഭക്തർ. സി, ബ്രഹ്മചാരികൾ. ഡി, പൂജാരിമാർ. എ, യോഗികൾ.
ബി കനിഷ്ഠ ഭക്തർ, സി ബ്രഹ്മചാരികൾ, ഡി പൂജാരിമാർ. ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങളിൽ മാത്രമേ ഭഗവാനുള്ളൂ എന്ന് വിചാരിക്കുന്നവരാരാണ് ഈ പറഞ്ഞിരിക്കുന്നത്? യോഗികളാണോ, കനിഷ്ഠ ഭക്തരാണോ, ബ്രഹ്മചാരികളാണോ, പൂജാരിമാരാണോ? അടുത്ത 15ാമത്തെ ചോദ്യം. മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി ഭക്തിയുത സേവനത്തെ വളരെ ഗൗരവത്തോടെ സമീപിക്കുകയും 4 തരത്തിലുള്ള സദാചാര തത്വങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കുകയും ചെയ്യുന്ന ഭക്തന്മാരെ എന്ത് വിളിക്കുന്നു? ഒന്നുകൂടെ ശ്രദ്ധിച്ചു കേട്ടോളൂ. മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി ഭക്തിയുത സേവനത്തെ വളരെ ഗൗരവത്തോടെ സമീപിക്കുകയും 4 തരത്തിലുള്ള സദാചാര തത്വങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെ ഇരിക്കുകയും ചെയ്യുന്ന ഭക്തന്മാരെ എന്താണ് വിളിക്കുന്നത്? എ ഉത്തമാധികാരി, ബി മധ്യമാധികാരി, സി കനിഷ്ഠ ഭക്തൻ, ഡി എല്ലാം ശരിയാണ്. ഉത്തമാധികാരിയാണോ, മധ്യമാധികാരിയാണോ, കനിഷ്ഠ ഭക്തനാണോ? എല്ലാം ശരിയാണ്. അടുത്തത് 16ാമത്തെ ചോദ്യം. ശ്രീ രൂപ ഗോസ്വാമി ഉപദേശാമൃതത്തിൽ പറഞ്ഞത് എന്താണ്? ഈ ഒരു എന്താണ് മാതാജി? ശ്രീ രൂപ ഗോസ്വാമി ഉപദേശാമൃതത്തിൽ പറഞ്ഞത് എന്താണ്? എ നവാഗത ഭക്തനെ ബഹുമാനിക്കണം, ബി ശുദ്ധ ഭക്തനെ ആത്മാർത്ഥതയോടെ സേവിക്കണം, സി ഭക്തിയുടെ സേവനത്തിൽ വ്യതിചലിക്കാതെയും മറ്റുള്ളവരിൽ ദ്വേഷം കാണാതെ ഇരിക്കുക, ഡി എല്ലാം ശരിയാണ്. ഒന്നുകൂടെ വായിക്കാം. ശ്രീ രൂപ ഗോസ്വാമി ഉപദേശാമൃതത്തിൽ പറഞ്ഞത് എന്താണ്? എ നവാഗത ഭക്തനെ ബഹുമാനിക്കണം, ബി ശുദ്ധ ഭക്തനെ ആത്മാർത്ഥതയോടെ സേവിക്കണം, സി ഭക്തിയുത സേവനത്തിൽ വ്യതിചലിക്കാതെയും മറ്റുള്ളവരിൽ ദ്വേഷം കാണാതെ ഇരിക്കുക, ഡി എല്ലാം ശരിയാണ്. പതിനേഴാമത്തെ ചോദ്യം. ഒരു വൈഷ്ണവ സഹോദരൻ കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളിൽ മുന്നിലെത്തിയാൽ ആധ്യാത്മിക ഗുരുവിന്റെ സമശീർഷനായി പരിഗണിക്കുകയും അദ്ദേഹത്തിന്റെ ദർശനം പുണ്യമായി കരുതുകയും വേണമെന്നാണ് ഇങ്ങനെ പറഞ്ഞ മഹത് വ്യക്തി ആരാണ്? ഒന്നുകൂടെ. ഒരു വൈഷ്ണവ സഹോദരൻ കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളിൽ മുന്നിലെത്തിയാൽ ആധ്യാത്മിക ഗുരുവിന്റെ സമശീർഷനായി പരിഗണിക്കുകയും അദ്ദേഹത്തിന്റെ ദർശനം പുണ്യമായി കരുതുകയും വേണമെന്നുള്ളതാണ്. ഇങ്ങനെ പറഞ്ഞ ആ ഒരു മഹത് വ്യക്തി ആരാണ്? എ വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂറ, ബി ഭക്തി വിനോദ ഠാക്കൂറ, സി ശ്രീല പ്രഭുപാദർ, ഡി ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ. എ വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂറ, ബി ഭക്തി വിനോദ ഠാക്കൂറ, സി ശ്രീല പ്രഭുപാദർ, ഡി ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ. പതിനെട്ട്. ഉയർന്ന സന്യാസി ആയിരുന്നിട്ടും വളരെ നിന്ദ്യമായി പെരുമാറിയെങ്കിലും ചൈതന്യ മഹാപ്രഭു വളരെ ആദരിച്ച് പോന്നിരുന്ന ആ വ്യക്തി ആരായിരുന്നു? ഉയർന്ന സന്യാസി ആയിരുന്നിട്ടും വളരെ നിന്ദ്യമായി പെരുമാറിയിരുന്നെങ്കിലും ചൈതന്യ മഹാപ്രഭു വളരെ ആദരിച്ചു പോന്നിരുന്ന ആ ഒരു വ്യക്തി ആരായിരുന്നു? എ ഈശ്വരപുരി, ബി മാധവേന്ദ്രപുരി, സി രാമചന്ദ്രപുരി, ഡി മുരാരി ഗുപ്ത. ഉയർന്ന സന്യാസി ആയിരുന്നിട്ടും വളരെ നിന്ദ്യമായി പെരുമാറിയിരുന്നെങ്കിലും ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തെ വളരെയധികം ആദരിച്ചു പോന്നിരുന്നു. ആ വ്യക്തി ആരായിരുന്നു? എ ഈശ്വരപുരി, ബി മാധവേന്ദ്രപുരി, സി രാമചന്ദ്രപുരി, ഡി മുരാരി ഗുപ്ത. 19ാമത്തെ ചോദ്യം. വൈഷ്ണവർ 6 തരത്തിൽ സ്നേഹം പങ്കുവെക്കാം എന്ന് പറഞ്ഞത് ആരാണ്? വൈഷ്ണവർക്ക് 6 തരത്തിൽ സ്നേഹം പങ്കുവെക്കാം എന്ന് പറഞ്ഞ ആ ഒരു മഹത് വ്യക്തി ആരാണ്? എ രൂപ ഗോസ്വാമി, ബി സനാതന ഗോസ്വാമി, സി ശ്രീവാസ് ഠാക്കൂറ, ഡി ഗദാധര പണ്ഡിറ്റ്. വൈഷ്ണവർ 6 തരത്തിൽ സ്നേഹം പങ്കുവെക്കാം എന്ന് പറഞ്ഞ ആരായിരുന്നു? എ രൂപ ഗോസ്വാമി, ബി സനാതന ഗോസ്വാമി,
സി ശ്രീവാസ് ഠാക്കൂർ, ഡി ഗദാധര പണ്ഡിറ്റ്. എഴുതിയോ? എല്ലാവർക്കും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടായിരിക്കും അല്ലെ? ഇച്ചിരി ഭൗതിക ബന്ധങ്ങൾ, 20ാമത്തെ ചോദ്യം. ഭൗതിക ബന്ധങ്ങൾ ഇന്ദ്രിയ തൃപ്തിയിലും ആത്മീയ ബന്ധങ്ങൾ വേറെ എന്തിലുമാണ് വേരുറയ്ക്കപ്പെട്ടിരിക്കുന്നത്? ഭൗതിക ബന്ധങ്ങൾ ഇന്ദ്രിയ തൃപ്തിയിലും ആത്മീയ ബന്ധങ്ങൾ എന്തിലുമാണ് വേരുറയ്ക്കപ്പെട്ടിരിക്കുന്നത്? ഒന്നുകൂടെ ശ്രദ്ധിച്ചു കേട്ടോ. ഭൗതിക ബന്ധങ്ങൾ വേരുറയ്ക്കപ്പെട്ടിരിക്കുന്ന ഇന്ദ്രിയ തൃപ്തിയിലാണ്. ആത്മീയ ബന്ധങ്ങൾ വേരുറയ്ക്കപ്പെട്ടിരിക്കുന്ന എന്തിലാണ്? എ അദ്വൈതം, ബി മായാവാദം, സി ഭൗതികവാദം, ഡി കൃഷ്ണാവബോധം. ആത്മീയ ബന്ധങ്ങൾ എന്തിലാണ് വേരുറയ്ക്കപ്പെട്ടിരിക്കുന്നത്? എ അദ്വൈതത്തിലാണോ, ബി മായാവാദത്തിലാണോ, സി ഭൗതികവാദത്തിലാണോ, ഡി കൃഷ്ണാവബോധത്തിലാണോ? ാമത്തെ ചോദ്യം. മറ്റുള്ളവരിൽ കാരുണ്യം വർഷിക്കാൻ ഏറ്റവും യോഗ്യനായിരിക്കുന്നത് ആരാണ്? മറ്റുള്ളവരിൽ കാരുണ്യം വർഷിക്കാൻ ഏറ്റവും യോഗ്യനായിരിക്കുന്നത് ആരാണ്? എ ഏറ്റവും വിനയാന്വിതനായ കൃഷ്ണാവബോധ തത്വങ്ങളിൽ ഉറച്ചു നിൽക്കുന്നയാൾ, ബി ജ്ഞാനി, സി യോഗി, ഡി ഭോഗി. ഒന്നുകൂടെ. മറ്റുള്ളവരിൽ കാരുണ്യം വർഷിക്കാൻ ഈ താഴെ പറഞ്ഞിരിക്കുന്ന വ്യക്തികളിൽ ഏറ്റവും യോഗ്യതയുള്ളവർ ആരാണ്? എ ഏറ്റവും വിനയാന്വിതനായി കൃഷ്ണാവബോധ തത്വങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ആൾക്കാണോ, ബി ഒരു ജ്ഞാനിക്കാണോ, സി ഒരു യോഗിക്കാണോ, ഡി ഒരു ഭോഗിക്കാണോ? ാമത്തെ ചോദ്യം. ഒരു വൈഷ്ണവൻ സ്വന്തം മുക്തിയേക്കാൾ ഉപരി എന്താണ് ആഗ്രഹിക്കുന്നത്? 22. ഒരു വൈഷ്ണവൻ സ്വന്തം മുക്തിയേക്കാൾ ഉപരി എന്താണ് ആഗ്രഹിക്കുന്നത്? എ സായുജ്യമുക്തി, ബി സാരൂപ്യമുക്തി, സി മറ്റുള്ളവരുടെ മോക്ഷം, ഡി ബ്രഹ്മജ്യോതി. ഒന്നുകൂടെ ചോദ്യം ശ്രദ്ധിച്ചു കേട്ടോളൂ. ഒരു വൈഷ്ണവൻ സ്വന്തം മുക്തിയേക്കാൾ ഉപരി എന്താണ് ആഗ്രഹിക്കുന്നത്? എ സായുജ്യമുക്തിയാണോ, ബി സാരൂപ്യമുക്തിയാണോ, സി മറ്റുള്ളവരുടെ ക്ഷേമമാണോ, ഡി ബ്രഹ്മജ്യോതിയിലേക്ക് പോകാനാണോ? ാമത്തെ ചോദ്യം. ഒരു വൈഷ്ണവൻ സാധാരണ ജനങ്ങളുമായിട്ടുള്ള സഹവാസം അവസാനിപ്പിക്കണം എന്ന് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? ഒരു വൈഷ്ണവൻ സാധാരണ ജനങ്ങളുമായിട്ടുള്ള സഹവാസം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന എവിടെയാണ്? എ ശ്രീമദ് ഭാഗവതം, ബി ചൈതന്യ ചരിതാമൃതം, സി ഉപദേശാമൃതം, ഡി ഭക്തിരസാമൃത സിന്ധു. എ ശ്രീമദ് ഭാഗവതം, ബി ചൈതന്യ ചരിതാമൃതം, സി ഉപദേശാമൃതം, ഡി ഭക്തിരസാമൃത സിന്ധു. ഒരു വൈഷ്ണവൻ സാധാരണ ജനങ്ങളുമായിട്ടുള്ള സഹവാസം അവസാനിപ്പിക്കണം എന്ന് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? അടുത്തത് 24ാമത്തെ ചോദ്യം. വൈഷ്ണവ ആചരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി പറയുന്നത് എന്താണ്? വൈഷ്ണവ ആചരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി പറയുന്നത് എന്താണ്? എ സത്സംഗം, ബി ബുക്ക് റീഡിങ്, സി ഹരിനാമ ജപം, ഡി പ്രസാദ സേവ. വൈഷ്ണവ ആചരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി പറയുന്നത് താഴെ പറയുന്നതിൽ ഏതാണ്? എ സത്സംഗം, ബി ബുക്ക് റീഡിങ്, സി ഹരിനാമ ജപം, ഡി പ്രസാദ സേവ. എല്ലാവരും കേട്ട് ഉത്തരം എഴുതിയെന്ന് വിചാരിക്കുന്നു. അടുത്തത് 25ാമത്തെ അവസാനത്തെ ചോദ്യം. മുക്തിയിലേക്കുള്ള പാത എങ്ങനെയാണ് തുറക്കുന്നത്? മുക്തിയിലേക്കുള്ള പാത എങ്ങനെയാണ് തുറക്കുന്നത്? എ ഗോസേവ ചെയ്യണം, ബി തീർത്ഥാടനങ്ങൾ നടത്തണം, സി ഗംഗാസ്നാനം നടത്തണം, ഡി മഹാത്മാക്കളുമായിട്ടുള്ള സംസർഗം. മുക്തിയിലേക്കുള്ള പാത എങ്ങനെയാണ് തുറന്നു തരുന്നത്? എ ഗോസേവ ചെയ്താലാണോ തുറക്കുന്നത്, ബി തീർത്ഥാടനങ്ങൾ ചെയ്താലാണോ തുറക്കുന്നത്, സി ഗംഗാസ്നാനം ചെയ്താലാണോ തുറക്കുന്നത്,
ഈ മഹാത്മാക്കളുമായിട്ടുള്ള സംസർഗത്താലാണോ തുറക്കുന്നത്? ചോദ്യങ്ങളെല്ലാം കഴിഞ്ഞു. ക്വസ്റ്റ്യൻ മനസ്സിലായില്ല. തുറക്കുന്നത് അതായത് അതിന് മുമ്പേ ഉള്ള എന്നോട് ഞാൻ വായിക്കാം. മുക്തിയിലേക്കുള്ള പാത എങ്ങനെയാണ് തുറക്കുന്നത്? മുക്തിയിലേക്ക് അല്ലെങ്കിൽ മോക്ഷത്തിലേക്കുള്ള വഴി എങ്ങനെയാണ് തുറന്നു കിട്ടുന്നത്? താഴെ പറയുന്ന ഏത് കാര്യം ചെയ്താലാണ്? എ ഗോസേവ ചെയ്താലാണോ? ബി തീർത്ഥാടനങ്ങൾ നടത്തിയാലാണോ? സി ഗംഗാസ്നാനം നടത്തിയാലാണോ? ഡി മഹാത്മാക്കളുമായിട്ടുള്ള സംസർഗം നടത്തിയാലാണോ ഇത് തുറന്നു കിട്ടുന്നത്? എല്ലാവരും എഴുതി കഴിഞ്ഞില്ലേ? എനിക്ക് 15 മുതൽ 20 വരെ ഉള്ളതിന് എനിക്ക് എഴുതാൻ പറ്റിയിട്ടില്ല. നെറ്റ് പോയായിരുന്നു. അതെയോ? എന്നാ ഞാനത് ഇനി ഒന്നുകൂടെ വായിക്കും ആ ചോദ്യം വരുമ്പോ. അപ്പം ഉത്തരം പറയുന്നതിന് മുന്നേ മാതാജി പെട്ടെന്ന് ഉത്തരം എഴുതിയാൽ മതി. അത് കഴിഞ്ഞിട്ട് ശരി ഉത്തരം പറയാം. ആരും വിളിച്ചു പറയാതിരുന്നാ മതി. ഇപ്പൊ 15 മുതൽ ശ്രദ്ധിച്ചോണം കേട്ടോ. 15 മുതൽ ഞാൻ അമ്മയെ മാതാജി ഉത്തരം വിളിച്ചു പറയരുത്. ഓക്കെ. ശ്രീല പ്രഭുപാദരുടെ അഭിപ്രായത്തിൽ ആർക്കാണ് കൃഷ്ണാബോധത്തിൽ മുന്നേറാൻ കഴിയാത്തത്? അതിലെ ഒന്നുകൂടെ ഞാൻ വായിക്കുകയാണ് ഓപ്ഷൻസ്. ഒരു ചണ്ടാളന്, എ ചണ്ടാളൻ, ബി ഭോഗാർത്ഥി, സി അർത്ഥാർത്ഥി, ഡി ഗുരുവുമായിട്ടുള്ള ബന്ധം ഉപരിപ്ലവമായി കാണുന്നവർക്ക്. അതെ, ഡി ആണ് ഉത്തരം. അത്ര ഒരു വലിയ ബന്ധമായിട്ട് കാണാത്തവർക്ക്, അതായത് ഗുരുവുമായിട്ടുള്ള ഒരു ബന്ധം അത്ര വലിയ ഒരു പരമോന്നതമായി കാണാത്തവർക്കാണ്. അപ്പം അടുത്ത രണ്ടാമത്തേത്, പ്രസാദ സമയത്ത് ആരെ വിളിച്ചിട്ടാണ് ഭക്തിയുത സേവനത്തിൽ അവരുടെ സഹായം ആവശ്യപ്പെടുന്നത്? എ ജഗായൻ മതായി, ബി ചൈതന്യ മഹാപ്രഭുവിനെയും നിത്യാനന്ദ പ്രഭുവിനെയും, സി അക്ഷയകുമാരന്മാർ, ഈ ധന്വന്തിരി മൂർത്തി. അപ്പൊ അതിലെ ഏറ്റവും ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ്? ബി ചൈതന്യ മഹാപ്രഭുവിനെയും നിത്യാനന്ദ പ്രഭുവിനെയാണ് വിളിച്ച് നമ്മൾ അവരുടെ സഹായം ആവശ്യപ്പെടുന്നത്. കാര്യം നമ്മള് പഞ്ചതത്വ മന്ത്രം ജപിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മള് ഹരിനാമ ജപം ജപിക്കാനായിട്ട്. അതിനു മുൻപ് പഞ്ചതത്വ മന്ത്രം ജപിക്കുന്നത് നമ്മൾ അതിനുള്ള ക്വാളിഫൈഡ് അല്ല. അപ്പൊ അതുകൊണ്ട് അവരുടെ പഞ്ചതത്വങ്ങളെ 5 പേരെ സാക്ഷി നിർത്തിക്കിട്ട് അവരിൽ കൂടെയാണ് നമ്മൾ ഭഗവാനിലേക്ക് ഈ ശുദ്ധ ഹരിനാമം, അതായത് ഫിൽറ്റർ ചെയ്യാനായിട്ടിരിക്കുക, ഒരു പ്യൂരിഫിക്കേഷൻ മീഡിയ ആയിട്ടിരിക്കുക ചൈതന്യ മഹാപ്രഭു അടക്കമുള്ള 5 തത്വങ്ങൾ അല്ലെ. അപ്പൊ അവരെ വിളിച്ചിട്ടാണ് പ്രസാദം, അവരുടെ കൃപയാലാണ് രാധാകൃഷ്ണന്മാരുടെ സ്വീകരണത്തിന് വേണ്ടിയിട്ട് നമ്മൾ വിടുന്നത്. പ്രസാദം നമ്മള് നിവേദിക്കുമ്പോൾ. അപ്പൊ ഉത്തരം ബി ആണ്. മൂന്നാമത്തേത്, ഒരു വൈഷ്ണവാചാര്യൻ സദാ എന്തിൽ വ്യാപൃതരായിരിക്കണം? എ രാധാകൃഷ്ണ പൂജയില്, ബി വേദാധ്യയനത്തില്, സി രണ്ടും ശരിയാണ്, ഡി രണ്ടും തെറ്റാണ്. രാധാകൃഷ്ണ പൂജ. ഉത്തരം എ ആണ്, രാധാകൃഷ്ണ പൂജയിൽ. മാധവി രാധാ മാതാജി എന്തെങ്കിലും ശരിയായിരുന്നോ? കാര്യം മാതാജി ക്ലാസ്സിലൊന്നും ഇല്ലായിരുന്നു. മാതാജി മൈക്ക് ഓഫ് ആണ്, കേൾക്കത്തില്ല. മൈക്ക് ഓൺ ആക്കൂ. ഇപ്പോഴും ഓഫാണ്. ഓക്കെ, എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് കയറുകയാണ്. മാതാജി മൈക്ക് ഓൺ ആക്കാൻ എങ്ങനെയാന്ന് ചോദിച്ചോളൂ ആരോടെ. അടുത്തത്, കൃഷ്ണാബോധ പ്രവർത്തകൻ എങ്ങനെയാണ് ബദ്ധാത്മാക്കളെ ഭഗവത് ധാമത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ സഹായിക്കുന്നത്? ഒരു കൃഷ്ണാബോധ പ്രവർത്തകൻ എങ്ങനെയാണ് ബദ്ധാത്മാക്കളെ ഭഗവത് ധാമത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ സഹായിക്കുന്നത്? എ അഷ്ടാംഗ യോഗാഭ്യസനം കൊണ്ടാണോ? ബി ശ്വാസ നിയന്ത്രണത്തിലൂടെയാണോ? സി കീർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടാണോ? ഡി ഈ പറയുന്ന മാർഗങ്ങളിലൂടെ ഒന്നുമല്ല. ഇതിലേതാണ് ശരി? നാലാമത്തേതാണ്, കീർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടാണ്. അതായത് സാധാരണഗതിയിൽ ഈ വെസ്റ്റേൺസ് ഒക്കെ എങ്ങനെയാണ് കൃഷ്ണാബോധത്തിലേക്ക് വന്ന കീർത്തനത്തിന്റെ ഭഗവാന്റെ ഹരിനാമത്തിന്റെ ആ കീർത്തനത്തിന്റെ ഒരു മഹത്വത്തിലൂടെയാണ്. നമ്മൾ വിദേശികളായ ആൾക്കാർക്ക്, അവർക്ക് സംസ്കൃതം അറിയാവോ, ഹിന്ദി അറിയാവോ, മലയാളം അറിയാവോ, ഒന്നുമില്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ ഭഗവാന്റെ ആ ഒരു കീർത്തനത്തിന്റെ മഹത്വം ശ്രവണത്തിൽ കൂടിയാണ് അവരെല്ലാരും നമ്മൾ കൃഷ്ണാബോധത്തിലേക്ക് വന്നത്. അപ്പൊ ആ കീർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടാണ്
ഈ പറയുന്ന ഭഗവദ്ധാമത്തിലേക്ക് തിരിച്ചു പോകാണ്ട് നമ്മൾ ബദ്ധാത്മാക്കൾ അവരൊക്കെ എന്താണ് ഈ മയക്കുമരുന്നിനും മദ്യത്തിനും അടിമയായിട്ടുള്ള ഹിപ്പികളായിരുന്നു. ഹിപ്പികൾ എന്ന് പറഞ്ഞ ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെയാണ് ശ്രീല പ്രഭുപാദരെ കൃഷ്ണാബോധത്തിലേക്ക് കൊണ്ടുവന്നത്. വിദേശ രാജ്യങ്ങളിൽ പോയി. അപ്പൊ ഉത്തരം എന്താണ്? സി ആണ്, കീർത്തനങ്ങൾ സംഘടിപ്പിച്ച്. അടുത്തത് അഞ്ചാമത്തേത്, ഗുരു സേവയിലൂടെ ശരിയായി ആരെയാണ് നമ്മൾ സേവിക്കുന്നത്? എ ഗുരുവിനെ തന്നെ, ബി ഗോപികമാരെ, ഡി രണ്ടും ശരിയാണ്, ഡി രണ്ടും തെറ്റാണ്. ഗുരു സേവയിലൂടെ ശരിയായി നമ്മൾ ആരെയാണ് സേവിക്കുന്നത്? ഗോപികമാരെ. അഞ്ചാമത്തെ ഉത്തരം ഗോപികമാരെ. എന്തുകൊണ്ടാണ് ഗോപികമാരെ നമ്മൾ സേവിക്കുന്നത്? ഭഗവാന്റെ അടുക്കൽ ഗോപികമാരെ നമ്മള് ഏറ്റവും ഉയർന്ന ഭക്തരാരാണ്? ഗോപികമാരാണ് ഭഗവാന്റെ, അല്ലെ? ഏത് ശാസ്ത്രം എടുത്തു നോക്കിയാലും പറയുന്നതാണ് ആ ഗോപിക രമണൻ എന്നാണ് പറയുന്നത്, അല്ലെ? ആ ഗോപികമാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളല്ലേ. ഗോപികമാർക്ക് ഭഗവാനെ വിട്ടുപിരിഞ്ഞ ഒരു സമയമില്ല. ഭഗവാൻ ഈവൻ പിരിഞ്ഞ് അവരുടെ അടുക്കിൽ നിന്ന് പോയിട്ടും അവരുടെ മനസ്സിൽ നിന്ന്, ഹൃദയത്തിൽ നിന്നും അവര് ഭഗവാന്റെ ലീലകൾ നടന്ന സ്ഥലത്തു നിന്നും ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് എന്താണ്? ആ ഭഗവാന്റെ ലീലാസ്മരണമാണ് എപ്പോഴും, അല്ലെ? ഒരു സമയത്തും ഒരു നേരത്തും ഒരു ശ്വാസത്തിലും ഭഗവാനെ വിട്ടുപിരിഞ്ഞ ഒരു സമയം ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഗോപികമാരുടെ ഭക്തിയാണ് ഏറ്റവും ഉത്തമമായ ഭക്തി. നമുക്ക് ഭക്തി വേണമെന്നുണ്ടെങ്കിൽ എന്താണ്? ഗോപികമാരുടെ പാദചരണങ്ങളിൽ അഭയം പ്രാപിക്കുക, അല്ലെങ്കിൽ അവര് വൃന്ദാവനത്തിലൊക്കെ പോയി ഗോപികമാരെ നടന്ന മണ്ണിലൊക്കെ നമ്മളൊന്ന് നമസ്കരിച്ചിട്ട് ആ ദേഹത്തൊക്കെ മണ്ണൊക്കെ ഒന്ന് പുരട്ടി അതിന്റെ ഒരു ധൂളി എടുത്ത് തലയിലൊക്കെ ഒന്ന് ശിരസിൽ ചാർത്തിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഭക്തി സാമൃത ആ ബിന്ദുവിന്റെ ഒരു ധൂളി നമുക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വലിയ പുണ്യമായിരിക്കും നമ്മളെ സംബന്ധിച്ച്, അല്ലെ? അപ്പൊ അത്രയും ഒരു ഭക്തി എന്ന് പറഞ്ഞാൽ സദാ ഭഗവാനെ വിചാരിച്ചുകൊണ്ട് നമ്മളെ കൊണ്ട് ഒന്നും പറ്റത്തില്ല, അല്ലെ? നമ്മൾ ഏത് സമയത്ത് നമ്മൾ ഭൗതികമായ കാര്യങ്ങളും ചിന്തകളും മനസ്സിൽ വന്നിരിക്കുകയാണ്. സദാ ഭഗവാനെ എങ്ങനെ നമുക്ക് ആർക്കെങ്കിലും പറ്റുമോ എപ്പോഴും വിചാരിക്കാനായിട്ട്? അതുകൊണ്ടാണ് ആ ഗോപികമാരുടെ ഉയർന്ന ഭക്തി. നമ്മൾ സാധാരണഗതിയിൽ ഏതെങ്കിലും അവർക്ക് ശ്രീമദ് ഭാഗവതം അറിയാമായിരുന്നു, ഭഗവത്ഗീത അറിയാമായിരുന്നു, അവർക്ക് എത്ര MA PhD അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഒന്നുമില്ല, ഒരു ക്വാളിഫിക്കേഷനും ഇല്ല. അവരാകെ എന്താണ് അവർ ചെയ്ത ക്വാളിഫിക്കേഷൻ? അവർക്ക് ഭഗവാനെ അറിയാം, ആ ഒറ്റ ക്വാളിഫിക്കേഷൻ മതി. വേദങ്ങളോ ഉപനിഷത്തുകളോ ഒന്നും പഠിച്ചില്ലെങ്കിലും വേണ്ടില്ല, ഭഗവാനെ അറിയാം, ഭഗവാനെ മനസ്സിലാക്കി, ഭഗവാനെ അനുഭവിക്കാനായിട്ട് ജന്മം കിട്ടിയ അല്ലെങ്കിൽ ഭാഗ്യം കിട്ടിയ ആ ഒരു ജന്മങ്ങളാണ് ഗോപികമാർ. അതുകൊണ്ടാണ് അവരുടെ ഭക്തി ഏറ്റവും ഉയർന്ന ഭക്തിയായിട്ട് പറയുന്നത്. അടുത്ത ആറാമത്തേത്, ആത്മീയ ലോകത്തിൽ ഭഗവാനുമായിട്ടുള്ള ശാശ്വത ബന്ധം എങ്ങനെയാണ് തുറന്നു കിട്ടുന്നത്? ആറാമത്തേത്, അതിന്റെ ഉത്തരങ്ങൾ: എ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോൾ, ബി ഗംഗാസ്നാനം ചെയ്യുമ്പോൾ, സി ആത്മീയ ഗുരുവിന്റെ ആജ്ഞകൾ അണുവിടാതെ തെറ്റാതെ അനുസരിക്കുമ്പോൾ. ഈ പറയുന്ന എല്ലാം തെറ്റാണ്. സി, ഡി. ഇതിൽ ഏതാണ് ശരിയായത്? അതിന്റെ ഉത്തരം എന്താണ്? ആറാമത്തെ ഉത്തരം സി ആണ്. ഗുരുവിന്റെ ആജ്ഞകൾ അണുവിടാതെ തെറ്റാതെ അനുസരിക്കുമ്പോഴാണ്. ഭഗവാനുമായിട്ടുള്ള ബന്ധം നമുക്ക് തുറന്നു കിട്ടുന്നത് ഗുരുവിന്റെ ആജ്ഞകൾ അണുവിടാതെ തെറ്റാതെ അനുസരിക്കുമ്പോഴാണ്. അടുത്തത് ഏഴാമത്തെ ചോദ്യം, ഗുരുവിന്റെ സ്വീകാര്യത എന്തിനെ ആശ്രയിച്ചിരിക്കും? എ ലക്ഷണങ്ങൾക്കും യോഗ്യതകൾക്കും അനുസരിച്ചിട്ട്, ബി ഗുരുശിഷ്യ പരമ്പരയിൽ വരുന്നതും എല്ലാ പ്രവർത്തികളിലും സംഭാഷണങ്ങളിലും ഭഗവാന്റെ നിർവാചനായ പ്രതിനിധി ആയിരിക്കുകയും വേണം. സി രണ്ടും ശരിയാണ്, ഡി രണ്ടും തെറ്റാണ്. ഏഴാമത്തേത് സി ആണ്. സി, മൂന്നാമത്തേത് സി. ഗുരു ശിഷ്യ പരമ്പരയിൽ വരുന്നതും എല്ലാ പ്രവർത്തികളിലും സംഭാഷണങ്ങളിലും ഭഗവാന്റെ നിർവാചനായ പ്രതിനിധിയുമായിരിക്കുന്ന ഒരാളെയാണ് ആ ഒരു ഗുരുവിന്റെ സ്വീകാര്യതയായിട്ട് കണക്കാക്കപ്പെടുന്നത്. അതായത് ഒരു ലക്ഷണങ്ങളും യോഗ്യതകളും, ഞാനിപ്പോ PhD എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് എന്റെ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു കണ്ണാടിയൊക്കെ വെച്ചിരിക്കുക, നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള ഒരാളാണെന്ന് വിചാരിക്കുക. ഇദ്ദേഹം ഒരു ഗുരു ആന്റെ യോഗ്യതയാണെന്ന് വിചാരിച്ച ഗുരു ആകുമോ? ഇല്ല. കാര്യം ഞാൻ എന്താണ്, പരമ്പരയിൽ വന്നിട്ടില്ല. എന്റെ എല്ലാ പ്രവർത്തികളിലും സംഭാഷണങ്ങളിലും ഭഗവാന്റെ നിർവാചനായ പ്രതിനിധി ആയിരിക്കണമെന്ന് എനിക്ക് തോന്നിയാൽ പോരാ, അത് കേൾക്കുന്ന ആൾക്കാർക്ക് തോന്നണം. അങ്ങനെയുള്ള ഒരാളെ നമുക്ക് ഗുരു ആകാനായിട്ട് പറ്റുള്ളൂ. ഇപ്പൊ ഗുരുശിഷ്യ പരമ്പരയിൽ കൂടെ വന്നു കഴിഞ്ഞാലേ ഉള്ളൂ യഥാർത്ഥ ജ്ഞാനം കിട്ടുള്ളൂ. അപ്പൊ അടുത്ത എട്ടാമത്തെ ചോദ്യം, ഒരാൾ എങ്ങനെയാണ് ശുദ്ധീകരിക്കപ്പെടുന്നത്? എ ഭഗവാന്റെ ശുദ്ധഭക്തന്മാരുടെ പാദകമലങ്ങളിൽ ശരണാഗതി അടയുമ്പോൾ, ബി സ്വയം ഭഗവത് ഭക്തന്റെ സേവകനായി
കരുതുന്നവരിൽ ശരണാഗതി അടയുമ്പോൾ സി രണ്ടും ശരിയാണ്, ഡി രണ്ടും തെറ്റാണ്. എ എ ഏ ആ, എ എയോ? ഭഗവാന്റെ അതിന്റെ അകത്ത് സി ആണ് മാതാജി ഉത്തരം. സി ആണ്. ബി അല്ല, ഒന്നുകൂടെ ഞാൻ വായിക്കാം. അതിന്റെ അകത്ത് രണ്ട് ഉത്തരങ്ങൾ ശരിയാണ്. നമ്മൾ ശുദ്ധീകരിക്കപ്പെടാൻ ഭഗവാന്റെ ശുദ്ധഭക്തന്മാരുടെ പാദകമലങ്ങളിൽ ശരണാഗതി അടയുകയും വേണം. സ്വയം ഭഗവത് ഭക്തന്റെ സേവകനായി കരുതുന്നവരിൽ ശരണാഗതി അടയ്ക്കും. അതാണ് ദാസാനു എന്ന് പറയത്തില്ലേ, അതാണ് ഈ രണ്ടാമത്തെ. അപ്പൊ ഇത് രണ്ട് ശരിയാണ്. അപ്പൊ ഉത്തരം സി ആണ്, രണ്ടും ശരിയാണ്. പലർക്കും തെറ്റിദ്ധരിച്ചു പോലെ രണ്ട് ഉത്തരങ്ങളുണ്ട് അതിന്റെ അകത്ത്, രണ്ടും ശരിയാണ്. അതുകൊണ്ട് സി എന്ന് പറയുന്ന ഉത്തരവാണ് കറക്റ്റ് ആയിട്ട്. ഒൻപതാമത്തേത്. ആരുടെ അഭിപ്രായത്തിൽ ശിഷ്യന്റെ ആത്മാവ് ശരീരവും ഗുരുവിന്റെ ആജ്ഞ നിറവേറ്റാൻ മാത്രമുള്ളതാണ്? എ നരോത്തമദാസ ഠാക്കൂറ, ബി ഭക്തിവിനോദ ഠാക്കൂറ, ശ്രീ സ്വരൂപ ദാമോദർ ദാസ്, ഡി വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂറ. വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂറ. ഡി ആണ്, ഡി. വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂറയാണ്. അത് തന്നെ, ഗുരു അഷ്ട എഴുതിയ ആളാണ്. ആരുടെ അഭിപ്രായത്തിൽ ശിഷ്യന്റെ ആത്മാവും ശരീരവും ഗുരുവിന്റെ ആജ്ഞ നിറവേറ്റാൻ മാത്രമുള്ളതാണ് എന്നത് വിശ്വനാഥ ചക്രവർത്തി. നാലാമത്തെ ആൻസർ ആണ് ഡി. അപ്പം ഈ ഭക്തി വിനോദ ഠാക്കൂർ ആരായിരുന്നു? അതായത് മാധവി രാധ മാതാജി പോലെയുള്ള ബുദ്ധായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇതിന്റെ അകത്ത് പലരെ അറിയുന്നവരില്ല. കാര്യം ഇതൊക്കെ ചൈതന്യ ചരിതാമൃതം അല്ലെങ്കിൽ ചൈതന്യ ഭാഗവതം എന്ന് പറയുന്ന ഗ്രന്ഥങ്ങളിലുള്ള വ്യക്തികളാണ് ഇവരൊക്കെ. അവര് മാതാജിക്ക് ആ പഴയ ക്ലാസ്സുകൾ കിട്ടാത്തത് കൊണ്ടും നമ്മുടെ അതുകൊണ്ടാണ് ഇത് മനസ്സിലാകാത്തത്. ഈ പറയുന്ന നരോത്തമദാസ ഠാക്കൂറ എന്നൊക്കെ പറയുമ്പോൾ മാതാജിക്ക് തോന്നും ഇതൊക്കെ ആരാണെന്ന്. അപ്പൊ അവരൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. ഭക്തി വിനോദ ഠാക്കൂർ നമ്മുടെ ഗുരുപരമ്പരയിലുള്ള ആളാണ്. അദ്ദേഹമാണ് നമ്മുടെ ശ്രീല പ്രഭുപാദരുടെ ഗുരുവിന്റെ അച്ഛൻ. ശ്രീല പ്രഭുപാദരുടെ ഗുരു ആരാണ്? ഭക്തി സിദ്ധാന്ത സരസ്വതി. ഭക്തി സിദ്ധാന്ത സരസ്വതി മഹാരാജിന്റെ അച്ഛനാണ് ഈ പറയുന്ന ഭക്തി വിനോദ ഠാക്കൂർ. ഗുരുപരമ്പരയിലുള്ള ഒരാള് തന്നെയാണ്. വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ നമുക്ക് ഒരുപാട് വൈഷ്ണവ ഗീതങ്ങൾ എഴുതിയ ആളാണ്. അദ്ദേഹം ആണ് നമ്മുടെ ഈ ഗുരു അഷ്ടക എഴുതിയത്. സംസാരദാവാനലലിടലോകാൻ ത്രണയ കാരുണ്യ ഘന ഘനത്വം പ്രാപ്തസ്യ കല്യാണ ഗുണാർണവസ്യ വന്ദേ ഗുരു ശ്രീ ചരണാരവിന്ദം എന്ന് പറയുന്ന ഈ ഗുരു അഷ്ടക 8 സ്റ്റാൻസ ഉണ്ട്. അത് ഭയങ്കര മീനിങ് ഉള്ളതാണ്. ഓരോന്നും ഒന്നിനൊന്നിന് മെച്ചമാണ്. രാവിലെ മംഗളാരതിക്കൊക്കെ നമ്മൾ ചെല്ലുന്ന ഗുരുവഷ്ടകമാണത്. അപ്പൊ അത് എഴുതിയ ആളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഉത്തരം 9ാമത്തെ ഡി ആണ്. 10 ഒരു ശിഷ്യന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണ്? അപ്പൊ ഇതുവരെ കേറാത്ത ആൾക്കാർ ഉത്തരം ശരിയായിട്ടുള്ള ഉത്തരം ഞാൻ പറയുന്നതിന് മുൻപേ രേഖപ്പെടുത്തുക. ആരും ഉത്തരം ഞാൻ ചോദിക്കാതെ വെളിപ്പെടുത്തരുത്. അപ്പൊ അതിനുള്ളിൽ ഇതുവരെ പുതിയതായിട്ട് കയറിയ ആൾക്കാര് ശ്രീരഞ്ജിനി മാതാജിയൊക്കെ ഉത്തരം എഴുതിക്കൊള്ളുക. ഒരു ശിഷ്യന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണ്? എ ഗുരുദീക്ഷ എടുക്കുക, ബി ഗുരുവിനെ പ്രീതിപ്പെടുത്തുക, സി കൃഷ്ണനിലേക്ക് എത്തുക, ഡി ഇതൊന്നുമല്ല. ഒരു ശിഷ്യന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണ്? എ ഗുരുദീക്ഷ എടുക്കുക, ഗുരുവിനെ പ്രീതിപ്പെടുത്തുക, സി കൃഷ്ണനിലേക്ക് എത്തുക, ഡി ഇതൊന്നുമല്ല. ഉത്തരം ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ്? ഗുരുവിനെ പ്രീതിപ്പെടുത്തുക. ഉത്തരം ബി ആണ്. മറ്റേത് പിന്നെ ദീക്ഷ എടുത്തു കഴിഞ്ഞല്ലോ, ശിഷ്യനായി കഴിഞ്ഞല്ലോ. അതെ, ഗുരുദീക്ഷ എന്ന് എടുക്കുക എന്നുള്ളതല്ല മഹത്തായ കാര്യം. ഗുരുവിനെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞിട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കലി ഗുരുവിലേക്ക് എത്തിച്ചെല്ലുക, ഗുരുദീക്ഷ എടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ അകത്ത്. അപ്പം ഗുരു നമ്മളെ കൃഷ്ണനിലേക്ക് എത്തിച്ചോളും. നമ്മൾ കൃഷ്ണനിലേക്ക് പോകാനായിട്ട് നോക്കേണ്ട ആവശ്യമില്ല. അത് ഗുരുവിന്റെ കർത്തവ്യമാണ്. അപ്പൊ അതിൻ്റെ അകത്ത് ഒരു ഓപ്ഷൻ സി എന്ന് പറയുന്നത് കൃഷ്ണനിലേക്ക് എത്തുക. ചിലര് അതായിരിക്കും ഉത്തരം എന്ന് വിചാരിക്കും. കാര്യം കൃഷ്ണനിലേക്ക് അത് ഗുരുവിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മളെ കൃഷ്ണനിലേക്ക് എത്തിക്കുക എന്നുള്ളത്. മനസ്സിലായില്ലേ? ഗുരുവിനെ പ്രീതിപ്പെടുത്തുമ്പോൾ ഗുരു നമുക്ക് എന്ത് ചെയ്യും? ഗുരുദീക്ഷ തരും. ഗുരുദീക്ഷ തന്നു കഴിഞ്ഞാൽ ഗുരുവിന്റെ ഉത്തരവാദിത്തമാണ് നമ്മളെ കൃഷ്ണനിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അതാണ് അതിന്റെ പ്രോസസ്.
ഓക്കെ, അടുത്ത 11-ാമത്തേത്. എന്താണ് ഒരു ശിഷ്യന്റെ ഉയർച്ചയെ പൂർണ്ണമായും തടയുന്നത്? ഒരു ശിഷ്യൻ ഉയരണം എന്ന് വിചാരിച്ചാൽ അദ്ദേഹത്തിന്റെ ഉയർച്ചയെ പൂർണ്ണമായും തടയുന്ന കാര്യം എന്താണ്? എ ദൈവകോപമാണോ, ബി പിതൃകോപമാണോ, സി അജ്ഞതയാണോ, ഡി ഗുരുവിന്റെ അപ്രീതിയാണോ? ഇതിൽ ഏതാണ് ഏറ്റവും ശരിയായിട്ടുള്ളത്? ഡി ആണ്, ഗുരുവിന്റെ അപ്രീതി. അല്ല, ഗുരുവിന്റെ അപ്രീതിയാണ്. ഗുരുവിന്റെ അപ്രീതി ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരു കാര്യത്തിലും നമ്മൾ ഏത് തരത്തിൽ ഉയരാൻ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് പറ്റില്ല. കാര്യം ഗുരുപ്രീതി ഇല്ലാതെ നമുക്ക് ഒരിക്കലും ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ പറ്റത്തില്ല. കാര്യം ഗുരുവിന്റെ അപ്രീതി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കൃഷ്ണാബോധത്തിൽ ഒരു അല്പം പോലും മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അതിലും വീണ്ടും നമ്മൾ താഴ്ത്തപ്പെടും. അതാണ് ഉണ്ടാകുന്നത് നമുക്ക്. 12-ാമത്തെ ചോദ്യം. എങ്ങനെ പരമദിവ്യോത്തമ പുരുഷനുമായിട്ടുള്ള ശാശ്വത ബന്ധം സാക്ഷാത്കരിക്കപ്പെടും? എ ജീവിതവും ചിന്തകളും ഗുരു ആജ്ഞ നിറവേറ്റുന്ന തരത്തിൽ രൂപപ്പെടുത്തുമ്പോൾ, ലൗകിക ജീവിതം ഉപേക്ഷിക്കുമ്പോൾ, സി ഞാനും ഭഗവാനും ഒന്നാണെന്ന് കരുതുമ്പോൾ, ഡി എല്ലാം തെറ്റാണ്. എ ആണ്, ജീവിതവും ചിന്തകളും ഗുരു ആജ്ഞ നിറവേറ്റാൻ ഉതകുന്ന തരത്തിൽ രൂപപ്പെടുത്തുമ്പോഴാണ് പരമദിവ്യോത്തമ പുരുഷനുമായിട്ടുള്ള ശാശ്വത ബന്ധം സാക്ഷാത്കരിക്കപ്പെടുന്നത്. അപ്പൊ ഗുരുവിന്റെ ആജ്ഞ നിറവേറ്റുക എന്നുള്ള ആ ഒരു രീതിയിലേക്ക് നമ്മളുടെ ജീവിതവും ചിന്തകളും എല്ലാം പാകപ്പെടുത്തുമ്പോൾ നമ്മൾ എന്താണ്? പരമ ദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ശ്രീകൃഷ്ണനുമായിട്ടുള്ള ശാശ്വത ബന്ധം നമ്മൾ ഓൾറെഡി ഭഗവാനായിട്ട് നമ്മൾ ബന്ധമുള്ളവരാണ്. എങ്ങനെയാണ് നമ്മൾ ഭഗവാനുമായിട്ട് നമ്മൾ ബന്ധമുണ്ടെന്ന് നമ്മൾ വെറുതെ അങ്ങ് പറയുന്നത്? അങ്ങനെയല്ല, നമുക്ക് വെറുതെ പറയാൻ പറ്റൂ നമ്മൾ ഭഗവാനുമായിട്ട് ബന്ധമുണ്ടെന്ന്. കാര്യം നമ്മള് ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകമുണ്ട്, മമേമാംശ ജീവലോക ജീവഭൂത സനാതന എന്ന് പറഞ്ഞിട്ടൊരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ഞാൻ എന്താ പറയുന്നത്, എന്റെ ശാശ്വത അംശമാണ് ഓരോ ജീവാത്മാക്കളെന്നും പറയുന്നുണ്ട്. എന്റെ ശാശ്വത അംശം, അതായത് വി ആർ പാർട്സ് ആൻഡ് പാർസൽ ഓഫ് ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് വിച്ച് ഈസ് ലോർഡ് ശ്രീകൃഷ്ണ. നമ്മൾ അദ്ദേഹത്തിന്റെ അംശങ്ങളാണല്ലേ ഓരോരുത്തരും. പക്ഷെ നമ്മൾ അദ്ദേഹത്തിനുമായിട്ട് ശാശ്വത ബന്ധം ഉണ്ടെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? കാര്യം ഒരു അമ്മ അതിന്റെ കുട്ടിയായിട്ട് എങ്ങനെയാണ് ശാശ്വത ബന്ധം ഉണ്ടാകുന്നത്? നമ്മൾ വിചാരിക്കും ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ പൊക്കിൾ കൊടി വഴിയാണ് ആ ബന്ധം വരുന്നത്. ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ എന്നാൽ പൊക്കിൾ കൊടി വിട്ടുമാറി കഴിഞ്ഞാലും ആ അമ്മയും കുഞ്ഞുമായിട്ടുള്ള ബന്ധമുണ്ടല്ലേ. ആ ഒരു ബന്ധം ആരെങ്കിലും പ്രത്യേകിച്ച് നമ്മളെ ഒന്ന് പറയേണ്ട ആവശ്യമുണ്ട്? അമ്മയും മകനും അല്ലെങ്കിൽ അമ്മയും മകളുമായിട്ടുള്ള ഒരു ബന്ധം. അതായത് അതിന്റെ ഒരു ഉദാഹരണമായിട്ട് പറയുന്നത്, ഒരു പശുക്കുട്ടി ഉണ്ടായതേ ഉള്ളൂ, ജസ്റ്റ് എണീറ്റ് ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. അപ്പൊ ഒരു പശുക്കൂട്ടങ്ങൾ 1000 പശുക്കളുള്ള ഗോശാലയിലാണ് ഇത് നിൽക്കുന്നതെങ്കിൽ എന്താണ്, ആ 1000 പശുക്കളുടെ ഇടയിൽ നിന്ന് അതിന്റെ സ്വന്തം അമ്മയെ അതിന് കണ്ടുപിടിക്കാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ആരെങ്കിലും അതിന് പറഞ്ഞു കൊടുത്താണോ? ഇല്ല. സ്വന്തം അമ്മയെ അത് തിരിച്ചറിയും അല്ലെ. അതിന്റെ സ്വന്തം അമ്മയുടെ അടുക്കൽ ചെന്നേ അത് പാല് കുടിക്കത്തുള്ളൂ. അതിന്റെ സ്വന്തം അമ്മയുടെ അടുക്കൽ ചെന്നിട്ടാണ് വികൃതി കാണിക്കുന്നത് അല്ലെ. അപ്പൊ ആ അമ്മയായിട്ടൊരു ബന്ധം ഒരാൾ പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട. അത് ജന്മജന്മാന്തരങ്ങളായിട്ട് നമ്മളിലുള്ള അന്തർലീനമായിട്ട് കിടക്കുന്നതാണ് എന്ന് പറഞ്ഞ പോലെ ഭഗവാനുമായിട്ടുള്ള ബന്ധവും നമുക്ക് ശാശ്വതമാണ്. അപ്പൊ ആ ഒരു ബന്ധം നമ്മളെ പുനഃസ്ഥാപിച്ചാൽ മതി. നമ്മൾ അത് അറിയുന്നില്ല, നമ്മൾ ഭഗവാനുമായിട്ട് നമുക്ക് ബന്ധമുണ്ടെന്നുള്ള കാര്യം. ആ ഒരു ബന്ധം പുനഃസ്ഥാപിക്കലാണ് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മള് ഗുരുവിലേക്ക് എത്തുമ്പോൾ ഗുരു നമ്മളെ കൈ പിടിച്ച് ആ ഒരു ഇതാണ് നമ്മളുടെ പരംപിതാവിലേക്ക് നമ്മളെ എത്തിക്കുന്നു. അപ്പൊ നമ്മൾ എത്രാമത്തെ ചോദ്യമായിരുന്നു നോക്കിയത്? 12 കഴിഞ്ഞു. 12 കഴിഞ്ഞായിരുന്നു. 12. ഇനി അടുത്തത് ഒരു 13. ഭഗവത് നാമം ജപിക്കുന്ന ഏതൊരു ഭക്തനെയും സർവാത്മന ആദരിക്കണം എന്ന് പറഞ്ഞ മഹത് വ്യക്തി ആരാണ്? 13. ഭഗവത് നാമം ജപിക്കുന്ന ഏതൊരു ഭക്തനെയും സർവാത്മന ആദരിക്കണം എന്ന് പറഞ്ഞ മഹത് വ്യക്തി ആരാണ്? എ ജീവ ഗോസ്വാമി, ബി ബലദേവ് വിദ്യാഭൂഷൺ, സി ജയദേവ കവികൾ, സി ഡി രൂപ ഗോസ്വാമി. എ ജീവ ഗോസ്വാമി, ബി ബലദേവ് വിദ്യാഭൂഷൺ, സി ജയദേവ കവികൾ, ഡി രൂപ ഗോസ്വാമി. ആരാണ്? 4-ാമത്തെ ഉത്തരം
രൂപ ഗോസ്വാമി ഡി. അതാ ഞാൻ എനിക്ക് അറിഞ്ഞോണ്ടല്ല എഴുതിയതാ. ആ ആരൊക്കെയാണ് ഈ ജീവഗോസ്വാമിയും ബലദേവ വിദ്യാഭൂഷണും ജയദേവ കവികളും ഒക്കെ? ഷഡ്ഗോസ്വാമിമാരുണ്ട്. ഷഡ്ഗോസ്വാമിമാരിലുള്ളവരാണ് ജീവഗോസ്വാമിയും രൂപഗോസ്വാമിയും അല്ലേ? ഇതിലെ ഏറ്റവും മൂത്ത ഗോസ്വാമി ആരായിരുന്നു? രൂപഗോസ്വാമി. സനാതന ഗോസ്വാമി. സനാതന ഗോസ്വാമിയുടെ അനിയനാണ് രൂപഗോസ്വാമി. രൂപഗോസ്വാമിയാണ് ഉപദേശാമൃതവും അതുപോലെ തന്നെ അങ്ങനെ കുറെ സംഭവങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരുപാട് സംഭാവനകൾ ഉണ്ട്. അപ്പം രൂപഗോസ്വാമിയുടെയും സനാതന ഗോസ്വാമിയുടെ അനന്തരവനാണ് ആരാണ്? ജീവഗോസ്വാമി. മനസ്സിലായല്ലേ? ജീവഗോസ്വാമി. പിന്നെ ബലദേവ വിദ്യാഭൂഷൺ ആരാണ്? ഗോവിന്ദ ഭാഷ്യം എഴുതിയ ആരാണ്? ഗോവിന്ദ ഭാഷ്യം എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട്. അദ്ദേഹം ആണ് രചിച്ചത് ഗോവിന്ദ ഭാഷ്യം. അതായത് ഭഗവാൻ ഗോവിന്ദൻ നേരിട്ട് കൊണ്ട് അദ്ദേഹത്തിന് ഭാഷ്യം എഴുതി കൊടുത്തു. അത്രയും വലിയൊരാളാണ് ബലദേവ് വിദ്യാഭൂഷൺ. നമ്മൾ ഈ ചൈതന്യ ചരിതാമൃതവും അതൊക്കെ വായിച്ചു നോക്കുമ്പോഴാണ് അദ്ദേഹത്തെ പറ്റി കൂടുതൽ മനസ്സിലാകുന്നത്. അതായത് അധികമായ പഴക്കമുള്ള സംഭവങ്ങളൊന്നും അല്ല. അദ്ദേഹം ഒരു പണ്ഡിത സദസ്സില്, പണ്ഡിതന്മാർ, ഇദ്ദേഹത്തിന് വലിയ ജ്ഞാനമൊന്നുമില്ല, പണ്ഡിത സദസ്സില് എന്താ പറയുന്നത്, ഒരു ശ്ലോകത്തെ പറ്റി വ്യാഖ്യാനം ചോദിച്ചു. അപ്പൊ ഇദ്ദേഹം അതിന്റെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിന്റെ വ്യാഖ്യാനം അതിനെപ്പറ്റി എവിടെയാണ്, ഏത് ഗ്രന്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞു. ഇദ്ദേഹത്തിന് പറയാൻ പറ്റിയില്ല എന്ന് കഴിഞ്ഞപ്പോഴത്തേന് പിന്നീടുള്ള സദസ്സുകളിൽ, പിന്നീട് സഭ കൂടുമ്പോൾ അത് പറഞ്ഞില്ല, ഇദ്ദേഹം പുറത്താകും, നാണം കെടേണ്ടി വരും. അപ്പൊ ഇദ്ദേഹം അവിടെ വളരെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ഭഗവാനെ വിളിച്ചിട്ട് പറഞ്ഞു, ഭഗവാൻ അല്ലാതെ വേറൊരു തുണയില്ല, ഇതിന് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഞാൻ സദസ്സിൽ നാണം കെടും. അങ്ങനെ പറഞ്ഞപ്പോൾ ഗോവിന്ദൻ നേരിട്ട് വന്ന് അതിന്റെ ഭാഷ എഴുതി കൊടുത്തു. ഇത് ഇന്ന സ്ഥലത്താണ് പറഞ്ഞിരിക്കുന്നത്. ഗോവിന്ദൻ നേരിട്ട് ഭാഷ്യപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ എന്താണ് അതിലും വലിയൊരു ഭാഷ്യം, പരിഭാഷയോ അല്ലെങ്കിൽ അതിന്റെ ഒരു വിവരണം നമുക്ക് വേറെ എവിടുന്ന് കിട്ടാനാണ്? ഗോവിന്ദൻ ഭാഷ്യം. ആ ഗോവിന്ദൻ പറഞ്ഞ ഭാഷ്യം ആ സദസ്സിൽ ചെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരാൾക്കും അതിനെതിര് പറയാനില്ല, തർക്കിക്കാനായിട്ടില്ല. കാര്യം ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഇല്ല. ഒരിക്കലും ഒരു അണുവിട വ്യത്യാസമില്ല ഒന്നിലും, അല്ലേ? അടുത്തത് 14-ാമത്തേത്. എന്റെ സൗണ്ട് വളരെ കുറവാണ്, എന്റെ ത്രോട്ടിന് കുറെ നാളായിട്ട് ഇങ്ങനെ പിടുത്തമാണ്, അതുകൊണ്ട് ചിലപ്പം ശബ്ദം കുറവേ വരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് 14-ാമത്തേത്, ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങളിൽ മാത്രം ഭഗവാനെ കാണുന്നവരുടെ പേരെന്താണ്? എ യോഗികളാണോ, ബി കനിഷ്ഠ ഭക്തരാണോ, സി ബ്രഹ്മചാരികളാണോ, ഡി പൂജാരിമാരാണോ? ബി കനിഷ്ഠ ഭക്തരാണ്. രണ്ടാമത്തെ ഉത്തരം. ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങളിൽ മാത്രമേ ഭഗവാനുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആ ഒരു കൂട്ടരെ നമ്മൾ കനിഷ്ഠ ഭക്തർ എന്നാണ് വിളിക്കുന്നത്. അടുത്തത് 15-ാമത്തേത്. 15 മുതല് ജ്ഞാനാംബിക മാതാജി ഒന്ന് ശ്രദ്ധിച്ചോണം. 15 മുതല് മാതാജിക്ക് നെറ്റ് കിട്ടാഞ്ഞാൽ മാതാജി എഴുതിയിട്ടില്ല, അതുകൊണ്ട് ഉത്തരം വിളിച്ചു പറയരുത്. പക്ഷെ മാതാജിക്ക് സമയം വളരെ കുറവായിരിക്കും, പെട്ടെന്ന് ഉത്തരം രേഖപ്പെടുത്തിയുണ്ട്. ABCDയിലെ ഏതാണെന്നുള്ളത് പെട്ടെന്ന് തന്നെ ഉത്തരം വെളിപ്പെടുത്തും. 15-ാമത്തെ, മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി ഭക്തിയുത സേവനത്തെ വളരെ ഗൗരവത്തോടെ സമീപിക്കുകയും 4 തരത്തിലുള്ള സദാചാര തത്വങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെ ഇരിക്കുകയും ചെയ്യുന്ന ഭക്തന്മാരെ എന്ത് വിളിക്കുന്നു? ഒന്നുകൂടെ ചോദ്യം. മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി ഭക്തിയുത സേവനത്തെ വളരെ ഗൗരവത്തോടെ സമീപിക്കുകയും 4 തരത്തിലുള്ള സദാചാര തത്വങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കുകയും ചെയ്യുന്ന ഭക്തന്മാരെ എന്ത് വിളിക്കുന്നു? എ ഉത്തമാധികാരി, ബി മധ്യമാധികാരി, സി കനിഷ്ഠ ഭക്തൻ, ഡി എല്ലാം ശരിയാണ്. ഉത്തരം എഴുതിയെങ്കിൽ ശരിയായിട്ടുള്ള ഉത്തരം പറയാൻ പോകണം. എഴുതിയോ? എന്താണ് മാതാജി ശരിയായിട്ടുള്ള ഉത്തരം? എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ഉത്തമാധികാരിയാണ്. അടുത്തത് 16-ാമത്തെ ചോദ്യം. ശ്രീ രൂപ ഗോസ്വാമി ഉപദേശാമൃതത്തിൽ പറഞ്ഞത് എന്താണ്? എ ഒരു നവാഗത ഭക്തനെ ബഹുമാനിക്കണം, ബി ഒരു ശുദ്ധ ഭക്തനെ ആത്മാർത്ഥതയോടെ സേവിക്കണം, സി ഭക്തിയുത സേവനത്തിൽ വ്യതിചലിക്കാതെ മറ്റുള്ളവരിൽ ദ്വേഷം കാണാതെ ഇരിക്കുക, ഡി എല്ലാം ശരിയാണ്. 16 ഡി എല്ലാം ശരിയാണ്. ഈ പറഞ്ഞിരിക്കുന്ന ഒക്കെ രൂപഗോസ്വാമി ഉപദേശാമൃതത്തിൽ നെക്ടർ ഓഫ് ഇൻസ്ട്രക്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? അമൃതാണല്ലേ. അതുകൊണ്ട് ഉപദേശങ്ങളുടെ അമൃതാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു നവാഗത ഭക്തനെ ബഹുമാനിക്കണം. തീർച്ചയായിട്ടും നമ്മൾ വരുമ്പോൾ അദ്ദേഹത്തെ കൈവിടരുത്. നമ്മുടെ ഇപ്പം ഏറ്റവും കൂടുതൽ നവാഗത ഭക്തയായിട്ടുള്ള ആരാണ് ഇപ്പം നമ്മുടെ കൂടെ ഉള്ളതില്?
ഓപ്ഷൻ പറയണോ? ഓപ്ഷൻ എ ആരാണ്? മാധവി രാധ മാതാജി. 17 അപ്പൊ എന്താണ്? നവാഗത ഭക്തനെ ബഹുമാനിക്കണം എന്നുള്ളതും ഒരു ശുദ്ധ ഭക്തനെ ആത്മാർത്ഥതയോടെ സേവിക്കണം. അപ്പൊ അതും ശരിയാണ്. ഭക്തിയുത സേവനത്തിൽ വ്യതിചലിക്കാനും മറ്റുള്ളവരോട് ദ്വേഷം കാണാതിരിക്കണം. ഭക്തിയുത സേവന ആൻസർ എന്താണ്? ഡി ആണ്. ഡി ലാസ്റ്റത്തെ ആൻസർ. ഡി 4ാമത്തെ ആൻസർ. എഴുതി പ്രഭു. എ എഴുതിയത്. ആ എ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അപ്പൊ മാതാജിക്ക് 1 മാർക്ക് കുറവ്. എംബോസിഷൻ. ഓക്കെ ഓക്കെ. അടുത്തത് 17ാമത്തെ ചോദ്യം. ഒരു വൈഷ്ണവ സഹോദരൻ കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളിൽ മുന്നിലെത്തിയാൽ ആധ്യാത്മിക ഗുരുവിന്റെ സമശീർഷനായി പരിഗണിക്കുകയും അദ്ദേഹത്തിന്റെ ദർശനം പുണ്യമായി കരുതുകയും വേണമെന്നാണ് പറയുന്നത്. ഇങ്ങനെ പറഞ്ഞ മഹത് വ്യക്തി ആരാണ്? ഒന്നുകൂടെ പറയാം. ഒരു വൈഷ്ണവ സഹോദരൻ കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളിൽ മുന്നിലെത്തിയാൽ ആധ്യാത്മിക ഗുരുവിന്റെ സമശീർഷനായി പരിഗണിക്കുകയും അദ്ദേഹത്തിന്റെ ദർശനം പുണ്യമായി കരുതുകയും വേണമെന്നാണ് ചില മഹത് വ്യക്തികൾ പറഞ്ഞിട്ടുള്ളത്. ആ മഹത് വ്യക്തി ആരാണ്? എ വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂറയാണോ? ബി ഭക്തി വിനോദ ഠാക്കൂറയാണോ? സി ശ്രീല പ്രഭുപാദനാണോ? ഡി ഭക്തി സിദ്ധാന്ത സരസ്വതിയാണോ? ഉത്തരം എഴുതിയോ? എഴുതി പ്രഭു. എഴുതി. ഉത്തരം സി ആണ്. ശ്രീല പ്രഭുപാദർ. 3ാമത്തെ ഉത്തരം. സി ശ്രീല പ്രഭുപാദർ. 3ാമത്തെ ഉത്തരം ശരിയാണ്. അടുത്തത് 18ാമത്തെ ചോദ്യം. ഉയർന്ന സന്യാസി ആയിരുന്നിട്ടും വളരെ നിന്ദ്യമായി പെരുമാറിയിരുന്നെങ്കിലും ചൈതന്യ മഹാപ്രഭു വളരെ ആദരിച്ചു പോന്നിരുന്ന ആ വ്യക്തി ആരായിരുന്നു? അതായത് ഒരു ഉയർന്ന സന്യാസി ആയിരുന്നു, എന്നിട്ടും വളരെ നിന്ദ്യമായിട്ട് പെരുമാറിയിരുന്നെങ്കിൽ ചൈതന്യ മഹാപ്രഭു ഈ പറയുന്ന താഴെ പറയുന്ന വ്യക്തികളിൽ 4 പേരിൽ ഒരാളെ വളരെ ഉന്നതനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് കണക്കാക്കി പോന്നു. ആ വ്യക്തി ആരാണ്? എ ഈശ്വരപുരിയാണോ? ബി മാധവേന്ദ്രപുരിയാണോ? സി ശ്രീരാമചന്ദ്രപുരിയാണോ? ഡി മുരാരി ഗുപ്തയാണോ? അതില് ശരിയായിട്ടുള്ള ഉത്തരം എഴുതിയിട്ട് ഉത്തരം ഞാൻ പറയാം, എന്നിട്ട് ചോദിച്ചിട്ട് പറയാൻ മതി. മാതാജി എഴുതിയോ? ഏതെങ്കിലും എഴുതിക്കോ, കറക്കി കുത്തി, എന്നിട്ട് ഉത്തരം പറയാം. അതിന്റെ ഉത്തരം ശരിയായിട്ടുള്ള ഉത്തരം ആരാണ്? ജാനബി മാതാജി. ഞാൻ ഡി എഴുതിയത്. 3ാമത്തെ ഉത്തരമാണ് സി രാമചന്ദ്രപുരി. 3ാമത്തെ ഉത്തരം സി രാമചന്ദ്രപുരി. ഇനി അടുത്തത് 19ാമത്തെ ചോദ്യം. വൈഷ്ണവർ 6 തരത്തിൽ സ്നേഹം പങ്കുവെക്കാം എന്ന് പറഞ്ഞ മഹത് വ്യക്തി ആരാണ്? എ രൂപഗോസ്വാമിയാണോ? ബി സനാതന ഗോസ്വാമിയാണോ? സി ശ്രീവാസ് ഠാക്കൂർ ആണോ? ഡി ഗദാധര പണ്ഡിറ്റ് ആണോ? 19. വൈഷ്ണവർ 6 തരത്തിൽ സ്നേഹം പങ്കുവെക്കാമെന്ന് പറഞ്ഞ ആ ഒരു വ്യക്തി ആരാണ്? എ രൂപഗോസ്വാമി, ബി സനാതന ഗോസ്വാമി, ശ്രീ ശ്രീവാസ് ഠാക്കൂർ, ഡി ഗദാധര പണ്ഡിറ്റ്. മാതാജി ഉത്തരം എഴുതിയോ? ഉത്തരം എഴുതിയോ? എഴുതി. ആരാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഞാൻ ബി എഴുതിയത്. സനാതന ഉത്തരം 19ാമത്തിന്റെ എ ആണ്. എ ആണ് രൂപഗോസ്വാമി. രൂപഗോസ്വാമിയാണ്. അതായത് ഇതിലെ ഈ ശ്രീവാസ് ഠാക്കൂർ ആരാണ്? ശ്രീവാസ് ഠാക്കൂർ അത് തന്നെ നമ്മുടെ പഞ്ചതത്വങ്ങളിലെ ഒരാളാണ് ശ്രീവാസ് ഠാക്കൂർ അല്ലെ. പിന്നെ ഡി ആരാണ്? ഗദാധര പണ്ഡിറ്റ്. ഗദാധര പണ്ഡിറ്റ് ആരാണ്? അതും നമ്മുടെ പഞ്ചതത്വത്തിലുള്ളതാണ്. ജയ് ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്ത വൃന്ദ. അപ്പൊ ഗദാധര പണ്ഡിറ്റ് എന്ന് പറഞ്ഞ ആരാണ്? ആരുടെ ഇൻകാർണേഷൻ ആണ്? രാധാറാണിയുടെ. ഗദാധര പണ്ഡിറ്റ് രാധാറാണിയുടെ അല്ലെങ്കിൽ രുക്മിണി ദേവിയുടെ എന്നും പറയാറുണ്ട്.
രാധാറാണി. പിന്നെ അടുത്തത് ശ്രീവാസ് ഠാക്കൂർ ആരുടെ ഇൻകാർണേഷൻ ആണ്? ആരുടെ അവതാരമാണ്? നാരദരാണോ? നാരദമുനി. നാരദമുനി എന്ന് പറയാൻ കേട്ടോ, വെറും നാരദൻ എന്ന് നമ്മൾ പറയരുത്. അദ്ദേഹമാണ് ഒരുപാട് നാരദ മഹർഷി. അത് പിന്നെ റെസ്പെക്ട് ഉണ്ട്. നമ്മൾ വെറുതെ നാരദൻ എന്ന് പറയാൻ നമ്മൾ നാട്ടിൻപുറത്ത് ഉപയോഗിക്കുന്ന ഭാഷ ഉപയോഗിക്കരുത്. കാര്യം പ്രഹ്ലാദ് മഹാരാജ് നമ്മളിപ്പോ നരസിംഹ സദൃശി കഴിഞ്ഞേ ഉള്ളൂ. അത്രയും വലിയൊരു ഭക്തനെ സൃഷ്ടിക്കാൻ അദ്ദേഹത്തിനെ കൊണ്ട് സാധിച്ചല്ലേ. ഗർഭത്തിൽ തന്നെ ഒരാളെ ഭക്തനാക്കി മാറ്റി. നാരദമുനിയുടെ കൃപ കൊണ്ടാണ് നമ്മൾ പുരാണത്തിൽ കാണുന്ന പലരും ഭക്തരായി മാറിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നാരദ മഹർഷി. അതെ. അതുകൊണ്ട് 20ാമത്തെ ചോദ്യം, ഭൗതിക ബന്ധങ്ങൾ ഇന്ദ്രിയ തൃപ്തിയിലും ആത്മീയ ബന്ധങ്ങൾ എന്തിലുമാണ് വേരുറയ്ക്കപ്പെട്ടിരിക്കുന്നത്? ആത്മീയ ബന്ധങ്ങൾ എവിടെയാണ് വേരുറയ്ക്കപ്പെട്ടിരിക്കുന്നത്? എ അദ്വൈതത്തില്, ബി മായാവാദത്തില്, സി ഭൗതികവാദത്തില്, ഡി കൃഷ്ണാവബോധത്തില്. മാതാജി ഉത്തരം എഴുതിയോ? ഡി അല്ലേ? ഡി കൃഷ്ണാവബോധം. ശരി ഉത്തരം. ബാക്കിയൊക്കെ എഴുതിയിട്ടുണ്ട് പ്രഭു, 21 മുതൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഉത്തരം വേഗം വായിക്കാമല്ലോ അല്ലെ. മറ്റുള്ളവരിൽ കാരുണ്യം വർഷിക്കാൻ ഏറ്റവും യോഗ്യനായിരിക്കുന്നത് ആരാണ്? മറ്റുള്ളവരിൽ കാരുണ്യം വർഷിക്കാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ളവരെ എ ഏറ്റവും വിനയാന്വിതനായ കൃഷ്ണാബോധ തത്വങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവർ, ബി ഒരു ജ്ഞാനി, സി യോഗി, ഡി ഭോഗി. 21ാമത്തെ ഉത്തരം എ ആണ്. ഏറ്റവും വിനയാന്വിതനായി കൃഷ്ണാബോധ തത്വങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ആളാണ് ഏറ്റവും യോഗ്യനായിട്ട് മറ്റുള്ളവരിൽ കാരുണ്യം വർഷിക്കാൻ യോഗ്യനായിട്ടുള്ള. 22 ഒരു വൈഷ്ണവൻ സ്വന്തം മുക്തിയേക്കാൾ ഉപരി എന്താണ് ആഗ്രഹിക്കുന്നത്? എ സായുജ്യമുക്തിയാണോ, ബി സാരൂപ്യമുക്തിയാണോ, മറ്റുള്ളവരുടെ ക്ഷേമം സി ആണോ, ഡി ബ്രഹ്മജ്യോതി ആണോ ആഗ്രഹിക്കുന്നത്? സി ആണ്, മറ്റുള്ളവരുടെ ക്ഷേമമാണ് ആഗ്രഹിക്കുന്നത്. അദ്ദേഹം ഒരിക്കലും ഒരു വൈഷ്ണവൻ സി ആണ്, മറ്റുള്ളവരുടെ ക്ഷേമമാണ് എപ്പോഴും ഒരു വൈഷ്ണവൻ ആഗ്രഹിക്കുന്നത്. ഒരിക്കലും അദ്ദേഹത്തിന് മുക്തി വേണമെന്നോ, എനിക്ക് അവിടെ പോകണം ഇവിടെ പോകണം സായുജ്യമുക്തി വേണമെന്നോ എന്ന് ആഗ്രഹിക്കുന്നത് മറ്റുള്ളവരുടെ ക്ഷേമം മാത്രമാണ് വൈഷ്ണവൻ ആഗ്രഹിക്കുന്നത്. ഒരിക്കലും അദ്ദേഹത്തിന് ആ ഒരു മോക്ഷത്തെ പറ്റി അദ്ദേഹം ചിന്തിക്കുക പോലും ഇല്ല. കാര്യം മോക്ഷത്തെക്കാൾ ഉപരി മറ്റുള്ളവരുടെ ക്ഷേമമാണ്, നന്മയും ഇതൊക്കെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അടുത്ത 23ാമത്തെ ചോദ്യം, ഒരു വൈഷ്ണവൻ സാധാരണ ജനങ്ങളുമായിട്ടുള്ള സഹവാസം അവസാനിപ്പിക്കണം എന്ന് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? എ ശ്രീമദ് ഭാഗവതം, ബി ചൈതന്യ ചരിതാമൃതം, സി ഉപദേശാമൃതം, ഡി ഭക്തിരസാമൃത സിന്ധു. ശകലം ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഏതാണ് ഉത്തരം? ബി ചൈതന്യ ചരിതാമൃതം. ബി ചൈതന്യ ചരിതാമൃതം 2ാമത്തെ ഉത്തരം. ചൈതന്യ ചരിതാമൃതമാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തത് 24 വൈഷ്ണവ ആചരണത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് കണക്കാക്കപ്പെടുന്നത് താഴെ പറയുന്നത് ഏതാണ്? എ സത്സംഗമാണോ, ബി ബുക്ക് റീഡിംഗ് ആണോ, സി ഹരിനാമജപമാണോ, ഡി പ്രസാദ സേവയാണോ? വൈഷ്ണവ ആചരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി കാണുന്നത് എന്തിനെയാണ്? എ സത്സംഗമാണ്. സത്സംഗം. അതിന് നമ്മൾ എന്താണ് പറയുന്നത്? ABCD E ഇട്ടിട്ടുണ്ടല്ലോ. എന്തുകൊണ്ടാണ് എ ആദ്യം വന്നത്? അസോസിയേഷൻ മീൻസ് സത്സംഗം. 2ാമതാണ് വരുന്നത് എന്താ? ബുക്ക് റീഡിങ്, അതായത് ഭഗവത്ഗീത ഭാഗവതം വായിക്കുക. പിന്നെ അടുത്തത് സി എന്താണ്? ചാൻഡിങ്, ഹരിനാമജപം 3ാമതായിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഡി എന്താണ്? ഡയറ്റിങ് അല്ലെങ്കിൽ കൃഷ്ണപ്രസാദം കഴിക്കുക അല്ലെ. പിന്നെ അടുത്തത് എന്താണ്? അടുത്ത ഇ എന്താണ്? വൈഷ്ണവ ആചരണം, വൈഷ്ണവ എത്തിക്കേറ്റ്സ് എന്ന് പറയും. എത്തിക്കേറ്റ്സ് വൈഷ്ണവ ആചരണം എന്താണ്? നമ്മള് രാവിലെ കുളിക്കുക, തിലകധാരണം നടത്തുക, അതുപോലെ ധോത്തി കുർത്തയൊക്കെ ധരിക്കുക. പിന്നെന്താണ്? ഭഗവാൻ ആരതി മംഗളാചരണം ചെയ്യുക, തുളസി സേവ ചെയ്യുക, ഗോപൂജ ചെയ്യുക. അതുപോലെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് വൈഷ്ണവ ആചരണങ്ങൾ. നമ്മൾ ഒരാളെ കാണുമ്പോൾ ഹരേ കൃഷ്ണ ജപിക്കാൻ നമ്മൾ പ്രണമിക്കുക. അതുപോലെ നമ്മൾ വാഞ്ചാകൽപം വൈഷ്ണവരെ ഒരു കൂട്ടം വൈഷ്ണവരെയൊക്കെ കാണുമ്പോൾ വാഞ്ചാകൽപിത അത് ജപിക്കുക, അത് ചൊല്ലി അവരുടെയൊക്കെ പാദകമനങ്ങളിൽ വീണ് നമസ്കരിച്ച് നമ്മൾ അവരുടെയൊക്കെ അനുഗ്രഹം മേടിക്കുക. ഇതൊക്കെയാണ് വൈഷ്ണവ ആചാരങ്ങളുടെ ഭാഗമായിട്ട് ഒരു വൈഷ്ണവ പ്രണാമം അല്ലയോ വാഞ്ചാകൽപിതം? അതെ വൈഷ്ണവ
വൈഷ്ണവരെല്ലാം, കാര്യം വൈഷ്ണവരുടെ കൃപയില്ലാതെ നമുക്ക് ഒരു അണുവിട മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. വൈഷ്ണവരുടെ കൃപ ഇല്ലാതെ പറ്റില്ല. അടുത്ത 25ാമത് ചോദ്യം, മുക്തിയിലേക്കുള്ള പാത എങ്ങനെയാണ് തുറക്കുന്നത്? എ ഗോസേവ ചെയ്താലാണോ, ബി തീർത്ഥാടനം ചെയ്താലാണോ, സി ഗംഗാസ്നാനം ചെയ്താലാണോ, ഡി മഹാത്മാക്കളുമായിട്ടുള്ള സംസർഗം കൊണ്ടാണോ? ഡി സംസർഗം. ഈ മഹാത്മാക്കളുമായിട്ടുള്ള സംസർഗം മൂലം. അത് തന്നെയാണ് മുമ്പത്തെ ചോദ്യം. ഡി, നാലാമത്തെ ഉത്തരം ഡി. നാലാമത്തെ ഉത്തരം ഡി, മഹാത്മാക്കളുമായിട്ടുള്ള സംസർഗം. 24ന്റെ ഉത്തരം 24 ശരിയായ ഉത്തരം. അപ്പം അതിലെ നമ്മൾ ഇനി അടുത്ത ഏറ്റവും കൂടുതൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് ആർക്കാണെന്ന് നോക്കാനായിട്ട് പോവാണ്. അപ്പൊ എല്ലാവരും ഒന്ന് കൂട്ടി ആൻസറുകളെല്ലാം ഒന്ന് കൂട്ടി വെച്ച് 1 മിനിറ്റ് തരുന്നു, ഒറ്റ മിനിറ്റ്. മാത്തമാറ്റിക്സ് അറിയാവുന്നവരായ കാരണം പെട്ടെന്ന് നിങ്ങൾ കൂട്ടുമല്ലോ. 25 എണ്ണല്ലേ ഉള്ളൂ, 20. അപ്പൊ ഞാൻ ഇനി 24ന്റെ ഉത്തരം ശരിയായത്. 24 ശരിയേതാ? 24 ശരി ഉത്തരം ഏതാ? 24ാമത്തിന് ശരി ഉത്തരം എ ആണ്, ഒന്നാമത്തെ ഉത്തരം. ശരി. അപ്പൊ എല്ലാരും മാർക്ക് കൂട്ടി വെച്ച് കാണുമെന്ന്. മാധവി രാധാ മാതാജി മാർക്ക് കൂട്ടിയോ? മാതാജിയുടെ മുഖം കാണുന്നില്ല, മാതാജിയുടെ മുഖം കാണുന്നില്ല. എല്ലാം പോയോ കൃഷ്ണ? എല്ലാം പോയെന്ന് കൃഷ്ണ ഭഗവാനെ കാത്തോളനെ. അപ്പം നമുക്ക് 25-ൽ 25 ശരിയായത് ആർക്കാണെന്ന് നോക്കാം. 25-ൽ 25 ശരിയായ ഒരു കൈ പൊക്കുക. അല്ലെങ്കിൽ അവരൊന്ന് വീഡിയോ ഓണാക്കി വന്നു. ആരാണ്? ആരും ഇല്ലല്ലോ, കൈ പൊക്കുന്നില്ല. 25-ൽ 25 ശരിയായത്. ഓക്കെ, ഇനി അടുത്ത സെക്കൻഡ് പ്രൈസ് 25-ൽ 24. 25-ൽ 24 ആരാണ്? ആരുമില്ല. 23 ആരെങ്കിലും ഉണ്ടോ? കാണുന്നില്ല, ഞാൻ മൊബൈൽ ആയിരുന്നു, എല്ലാരും ഒരുമിച്ച് കാണാൻ പറ്റുന്നില്ല. 23 ഉള്ളവരും ഇല്ല. 22 ഹരിബോൾ ജ്ഞാനാംബിക മാതാജി. 22 മാർക്കോട് കൂടി ജ്ഞാനാംബിക മാതാജി. പത്മ മാതാജി എല്ലാത്തിന്റെ ഉത്തരം ശരിയാക്കിയാണല്ലോ. പത്മ മാതാജി എവിടെ? എനിക്ക് 20 ആണ്. വരുന്നേ ഉള്ളൂ. ഇനി അടുത്ത് 21 അവസാനം കുറച്ച് 21 ആരുമില്ല. ഇനി അടുത്ത് 20 പത്മ മാതാജി. ഹരിബോൾ. വേറെ ആരെങ്കിലും 20 ഉണ്ടോ? ഇനി അടുത്തത് 19 ഹരിബോൾ കൃഷ്ണകുമാരി മാതാജി. ഹരിബോൾ കൃഷ്ണകുമാരി മാതാജി. ഇനി അടുത്തത് 18 ആരുമില്ല. ഇന്നിപ്പോ ഓരോരുത്തരും ഇനി മാർക്ക് പറഞ്ഞോളൂ. മാധവി രാധാ മാതാജി എത്ര എണ്ണം ശരിയായി? എത്രയാ പറഞ്ഞോ? ഒന്നും എഴുതിയില്ല. കറക്കി തിരിച്ച് ഏതെങ്കിലും വെക്കാൻ വയ്യായിരുന്നോ? സാരമില്ല, നമ്മൾ ആദ്യമായിട്ട് കയറിയല്ലേ. ഇതൊന്നും മാതാജി അറ്റൻഡ് ചെയ്യാത്തല്ലേ. അത് കാരണം എന്തെങ്കിലും എഴുതി വെച്ചു ആ മാർക്ക് കിട്ടുന്നതിന് മാതാജിക്കാണ് ഫസ്റ്റ് പ്രൈസ്. എത്ര എഴുതിയാലും അതിനെല്ലാം മാർക്കാണെന്ന്, ഫുൾ മാർക്ക്. കാര്യം മാതാജി ഇതൊന്നും ഈ ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് അടുത്തത് സുജന മാതാജി. ഹരേ കൃഷ്ണ. സുജന മാതാജി. ഹരേ കൃഷ്ണ മാതാജി. എത്ര മാർക്കുണ്ട് മാതാജി? 15. ഹരി ബോൾ. ഹരേ കൃഷ്ണ. 15 അല്ലേ? പൊന്നമ്മ മാതാജി. മാതാജി മ്യൂട്ടാണ്, മൈക്ക് ഓൺ ആക്കൂ. മാതാജിക്ക് മൈക്ക് ഓൺ ആക്കാനായിട്ട് ഇതുവരെ അറിയത്തില്ല.
ഓക്കെ 15 എന്നാണെന്ന് വിചാരിക്കുന്നു അല്ലേ? മാതാജി അങ്ങ് കാണിക്കുന്നത് അത് ആയിരിക്കാം. ഓക്കെ മാതാജി, ഹരി ബോൾ. അടുത്ത് ശാന്തകുമാരൻ മാതാജി. മാതാജി മൈക്ക് ഓൺ ആക്കൂ. ഉണ്ട്. ആ 21 ചാർജ് പോയത് കാരണം പിന്നെ അത് ചാർജ് പോയത്. അതെ 21 അല്ലേ? 21 എന്നാണോ പറഞ്ഞത്? ആ, 21 ഹരി ബോൾ നല്ല വിജയം. അടുത്തത് രാധാ മാതാജി. രാധാ മാതാജി. ഇടയ്ക്കിറങ്ങി പോവേണ്ടി വന്നു. ഇടയ്ക്ക് ഇറങ്ങി പോകേണ്ടി വന്നു. സാരമില്ല മാതാജി. ഹരേ കൃഷ്ണ. അടുത്ത വിലാസിനി മാതാജി. 15. ഹരി ബോൾ 15. എന്ത് പറ്റി മാതാജി? എല്ലാം കോംപ്ലിക്കേറ്റഡ്. ക്വസ്റ്റ്യൻ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നല്ലേ? അതെ. പേരൊക്കെ ഇങ്ങനെ ഓർമ്മിക്കുന്നില്ല. ഓർമ്മ നിൽക്കുന്നില്ല. എനിക്ക് തോന്നിയായിരുന്നു ഒരു ബുദ്ധിമുട്ടാകുമെന്ന്. കാര്യം അതാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ട് മനസ്സിലാകുന്നുണ്ടോന്ന്. നല്ല ടഫാണ് ആയിരുന്നു. ഇന്നത്തെ കുറച്ച് ടഫായിരുന്നു. 15 മാർക്ക് നല്ല മാർക്കാണ്. ഓക്കെ, അടുത്തത്. അതെ ഇന്നത്തെ ടഫായിരുന്നു, ഞാൻ സമ്മതിക്കുന്നു. അടുത്തത് ലൈല മാതാജി. ഹരേ കൃഷ്ണ. 15 അല്ലേ? ഹരി ബോൾ നല്ല മാർക്കാണ് മാതാജി. ഇത്രയും ടഫായിട്ട് മാതാജിക്ക് 15 കിട്ടിയല്ലോ. ഹരി ബോൾ, ഹരേ കൃഷ്ണ. അടുത്ത ഉഷാമണി മാതാജി. മാതാജി ഹരേ കൃഷ്ണ പ്രഭു, പ്രണാമം. ഹരേ കൃഷ്ണ മാതാജി, പ്രണാമം. ഹരേ കൃഷ്ണ. സുഖായിരിക്കണോ പ്രഭു എല്ലാവരും? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു മാതാജി. മാതാജി എവിടെയെങ്കിലും ജോലി സ്ഥലത്താണോ? അതെ. അപ്പം മാതാജിയുടെ മാർക്ക് ചോദിക്കുന്നതിൽ എന്താ അർത്ഥം അല്ലേ? ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. അയ്യോ, ഈ മാതാജിയുടെ പേര് ഞാൻ മറന്നുപോയി പ്രഭു. പൊന്നമ്മ മാതാജി. അല്ലല്ല, അവരല്ല. അവരെനിക്കറിയാം. ജഗദംബിക മാതാജിയാ. ജ്ഞാനാംബിക മാതാജി. അതെനിക്ക് പേരങ്ങോട്ട് പേരെന്തുവാണെന്ന് എനിക്ക് അറിയാം. പക്ഷെ പെട്ടെന്ന് അങ്ങോട്ട് വരുന്നില്ലേ മാതാജി. കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ നമ്മളെല്ലാവരും നമ്മള് ഗുരുവായൂർ വെച്ച് കണ്ടതല്ലേ? അതെ. കൊറേ നാളായി കണ്ടിട്ട്, പേരൊക്കെ മറന്നു തുടങ്ങിയിട്ടാ. പ്രഭു ജൂണില് പ്രോഗ്രാം വെച്ചിട്ടില്ലേ? എല്ലാവരും വരില്ലേ? നിങ്ങൾക്ക് വരാൻ പറ്റുകയല്ലോ. എന്താ? ഞങ്ങളന്ന് മായാപൂര് പോകാനായിട്ട് എത്തിക്കുക. ഞാനാംബിക ചേച്ചി. അപ്പൊ എത്തുമല്ലോ, മായാപൂര് പോയിട്ട് എത്തുകയല്ലേ? എന്താ? ഞങ്ങൾ അന്നല്ലേ വരത്തുള്ളൂ പ്രഭുജി. നിങ്ങൾ പിറ്റേ ദിവസം വന്നാ മതി. മാതാജി. നോക്കട്ടെ, ഞങ്ങൾക്ക് കഴിവതും വരാൻ പറ്റും. പിറ്റേ ദിവസം എത്തിയാലും മതി. പ്രോഗ്രാം ഉണ്ടായിട്ട് വേറെ പ്രോഗ്രാമിന് പോവാന്ന് വെച്ചത് എന്ത് മാതാജി? അല്ല, അവരത് നേരത്തെ തീരുമാനിച്ചതായിരുന്നു. അതെയാ? 2 മാസം മുമ്പേ തീരുമാനിച്ചതായിരുന്നു. അപ്പൊ നമ്മള് നമ്മുടെ പ്രശ്നോത്തരി അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ബാക്കി ഉള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പം ഉഷാമണി മാതാജി പറഞ്ഞ പോലെ തന്നെ നമ്മള് പരിക്രമത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുവാണ്. കാര്യം ഇപ്രാവശ്യം എന്താ പറയുന്നത്, ആയിക്കോട്ടെ, കുഴപ്പമില്ല മാതാജി, ഇറങ്ങിക്കോളൂ. ആർക്കെങ്കിലും ക്ലാസ് കഴിഞ്ഞു, ഇനി ആർക്കെങ്കിലും എന്താ പറയുക, വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അവർക്ക് പുറത്തിറങ്ങാം. കുഴപ്പമില്ല. പ്രണാമം. നമ്മൾ ആയിക്കോട്ടെ മാതാജി, കുഴപ്പമില്ല. നമ്മൾ ഇനി ആ സത്സംഗത്തിന്റെ കാര്യത്തെ പറ്റിയൊക്കെ പറയാണ്. നമ്മള്
നാട്ടിൽ നടത്താമോ ജൂൺ 20-ന് 20, 21, 22, 23 തീയതികളിൽ. അതിൽ 20-ാം തീയതി നമ്മൾ ജസ്റ്റ് ഒന്ന് അസംബിൾ ചെയ്ത് റൂമൊക്കെ ഒന്ന് ശരിയായി നമ്മൾ ചെറിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുന്നതേ ഉള്ളൂ. 21-ാം തീയതി വെളുപ്പിനെ തൊട്ടാണ് പ്രോഗ്രാം തുടങ്ങുന്നത്. നമ്മൾ റൂമൊക്കെ ബുക്ക് ചെയ്ത് ഏറ്റുമാനൂരാണ്. കാര്യം എനിക്ക് കുറെ വിമർശനങ്ങളൊക്കെ കിട്ടി. കാര്യം കുറെ ഓക്കെ മാതാജി. കാര്യം എനിക്ക് കുറെ വിമർശനങ്ങളൊക്കെ കിട്ടി. കാര്യം ഞാൻ ആരോടും ആലോചിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പരിക്രമത്തിൽ നടത്തിയപ്പോൾ തന്നെ അടുത്ത വർഷം ഇതേപോലെ നടത്തണമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഒരുപാട് ക്ലാസ്സുകളിൽ ഞാൻ ഇതുപോലെ ഇത് പറഞ്ഞിരുന്നു. ആരും ഒരു അഭിപ്രായവും പറയുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ ജൂലൈ 27 ആ ഒരു സമയമാകുമ്പോഴത്തേനും ഒരു മിനിറ്റ് പ്രഭു, കഴിഞ്ഞ വർഷം പറഞ്ഞിരുന്നത് നമുക്ക് പിന്നെ വൃന്ദാവനത്തിൽ വെച്ച് നടത്തണമെന്നാ പറഞ്ഞിരുന്നത്. വൃന്ദാവനത്തിൽ വെച്ച് നടത്തണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ നോക്കുമ്പോ വൃന്ദാവനത്തിൽ നമ്മള് പോയ ആൾക്കാരെല്ലാരും തന്നെ വൃന്ദാവനത്തിൽ പോയ ആൾക്കാരാണ് ജഗസാക്ഷി പ്രഭുവിന്റെ കൂടെ. പിന്നെ എന്താ പറയുന്നത്, നമ്മൾ ഇസ്കോൺ ട്രിവാൻഡ്രം ഒക്കെ എപ്പോഴും വൃന്ദാവനത്തിൽ പോകുന്നതാണ്. അപ്പൊ അത് ഉയർന്ന വൈഷ്ണവരോടെ പോയാലേ ഉള്ളൂ ശരിയാവുള്ളൂ. നമ്മൾ കുറെ പേര് വൃന്ദാവനത്തിൽ പോയി പഴക്കമായി കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഗ്രൂപ്പ് പോകുമ്പോൾ അതിന്റെ ഒരു ഇതുണ്ട്. നമ്മുടെ കൂടെയുള്ള എല്ലാവരും ഏതെങ്കിലും ഉയർന്ന വൈഷ്ണവരുടെ കൂടെ ആദ്യം പോയിട്ട് പിന്നീട് വൃന്ദാവനത്തിൽ പോകാനായിട്ട് ഇനി ഒരു ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയായിരുന്നു ചെയ്തത്. വൃന്ദാവനത്തിൽ പോകാനായിട്ട് കൃത്യമായിട്ട് കാര്യം വൃന്ദാവനത്തിൽ പോകാനുള്ള യോഗ്യത ആയി എന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് പോകാം എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ഫസ്റ്റ് ആനിവേഴ്സറി വൃന്ദാവനം ഹോട്ടൽ അവിടെ വെച്ചെടുത്തു. ഇനി രണ്ടാമത് വൃന്ദാവനത്തിൽ വെച്ച് എടുക്കാനിടയാവട്ടെ എന്നാണ് പറഞ്ഞപ്പോ. അങ്ങനെയുണ്ട് അതുകൊണ്ട് വൃന്ദാവനത്തിൽ. പക്ഷെ നമുക്ക് അതിന്റെ യോഗ്യത ആയിട്ടില്ല എന്നുള്ള കാര്യം ഒരു പരമസത്യം കൂടി ഉണ്ട്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും രാധാറാണിയുടെ ആ ഒരു വിളി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വൃന്ദാവനത്തിൽ പോകാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതായിട്ടില്ല. പിന്നെ നമ്മളെല്ലാവരും 1-2 പ്രാവശ്യം ജയസാക്ഷി പ്രഭു പോലുള്ള ആചാര്യന്മാരുടെ കൂടെ പോയിട്ട് വൃന്ദാവനത്തിന്റെ ആ ഒരു രസം നുകർന്നു കഴിഞ്ഞ ശേഷം നമുക്ക് ആ യോഗ്യത ഓട്ടോമാറ്റിക്കലി വൃന്ദാവനത്തിൽ പോകണം എന്നുള്ള ആഗ്രഹം ഇങ്ങനെ മനസ്സിൽ കിടക്കുന്ന സമയത്ത് നമ്മൾ പോകുവാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ വൃന്ദാവന രസം നുകരാനായിട്ട് പറ്റും. ഞാൻ പറഞ്ഞില്ലേ പ്രഭു, നമ്മുടെ IDC കോഴ്സ് അതിനകത്ത് വൃന്ദാവനത്തിൽ സ്ഥിരം താമസിക്കുന്ന പേര് ഞാൻ എഴുതിയിട്ടുണ്ട്, മറന്നുപോയി. വൃന്ദാവനത്തിൽ സ്ഥിരം താമസിക്കുന്ന ഒരു പ്രഭു ഉദാരഗതി പ്രഭു വന്നിട്ടുണ്ട്. മറന്നുപോയി, അങ്ങനെ കണ്ട പേര്. അദ്ദേഹം വൃന്ദാവനത്തിൽ വരണം. അദ്ദേഹം സ്ഥിരം വൃന്ദാവനത്തിൽ താമസിക്കുന്നത്. വരണമെന്നാണ് പറയുന്നത്. ഒറ്റ പ്രാവശ്യം നമുക്കതിന് സാഹചര്യം ഉണ്ടാകും മാതാജി. ആ സമയത്ത് നമുക്ക് പോകാം വൃന്ദാവനത്തില്. അപ്പം കാര്യം നമുക്ക് നമ്മുടെ നാട്ടില് ഒരു പ്രോഗ്രാം നടത്തുമ്പം പോലും നമുക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യം. പിന്നെ ഇത്രയും ദൂരെയൊക്കെ പോയി നമ്മൾ അവിടെ ഇത് സംഘടിപ്പിക്കണമെന്ന് ആലോചിച്ച് നോക്കിയേ. ഞാനിപ്പോ ഇവിടെ ഇരുന്നോണ്ട് വേണ്ട എല്ലാം ചെയ്യാനായിട്ട്. നമ്മളത് സ്ഥിരം പോയി പരിചയമുള്ള ഒരു സ്ഥലമാണെങ്കിൽ ഓക്കെ. അല്ലാത്ത സ്ഥലത്ത് പോയി നമ്മൾ പെട്ടെന്ന് ഇത്രയും പേരുമായിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നമോ റൂമിന്റെയോ അല്ലെങ്കിൽ യാത്രയുടെ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു വിഷമാകും. അത് ഒരു സ്ഥിരം നടത്തുന്നവർക്കാകുമ്പോൾ അത് അവർക്കറിയാം എങ്ങനെ മാനേജ് ചെയ്യണമെന്ന്. നമ്മള് പരിചയമില്ലാത്ത ഒരാൾ അവിടെ ചെന്ന് പെട്ടെന്ന് അതിലേക്ക് ചാടി ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ചിലപ്പോൾ ഒരു ദുഃഖം മാത്രം തരും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അത്ര പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചാടി കയറിയിട്ട് കാര്യമില്ല. അതിനുള്ള യോഗ്യത ആയിട്ടില്ല. വൃന്ദാവന യാത്ര യോഗ്യതയുള്ള ആൾക്കാരുടെ കൂടെ പോയി ആ യോഗ്യത ആകുമ്പോൾ നമുക്ക് ഭഗവാൻ ഒരു സാഹചര്യം ഉണ്ടാക്കി തരുമെന്ന് തന്നെയാണ് എന്റെ മനസ്സ് പറയുന്നത്. അടുത്തത് ഹരേ കൃഷ്ണ. അടുത്തത് ഞാൻ ഇതുപോലെ ആരോടും ആലോചിക്കാതെയാണെന്നൊക്കെ പറഞ്ഞ് ചില പരാതിയൊക്കെ വന്നു. ഞാൻ പലപ്പോഴും ഇതുപോലെ ജൂലൈ ലാസ്റ്റ് എന്നുള്ള രീതിയിൽ പല സത്സംഗങ്ങളിൽ പറഞ്ഞു. പക്ഷെ ഞാൻ എഴുതി കൊടുത്ത് ജൂലൈയിലേക്ക് കമ്പനി എനിക്ക് തന്നത് ഇപ്രാവശ്യം പെരുന്നാൾ വരുമ്പോ വലിയ പെരുന്നാൾ എല്ലാ പ്രാവശ്യം ഒരു 20 ദിവസം 15 ദിവസം പുറകോട്ടാ വരുന്നത്. അങ്ങനെ വന്നപ്പോ ഇപ്രാവശ്യം അത് ഈ പറയുന്ന ജൂണിലാണ്. അപ്പൊ അതിനോടനുബന്ധിച്ചാണ് എനിക്ക് ലീവ് തന്നത്. അപ്പൊ അങ്ങനെ ആണ് അത് സംഭവിച്ചത്. പിന്നെ ആൾക്കാരെല്ലാവരും ഒഴിവായി പോയവരൊക്കെ നല്ല വാലിഡ് ആയിട്ടുള്ള റീസൺ ആണ് പറഞ്ഞത്. ചിലർക്ക് ഇപ്പൊ കൃഷ്ണകുമാരി മാതാജിക്കാണെങ്കിൽ കാലിന് വയ്യ, ഒരാളുടെ സഹായം വേണം. അപ്പൊ അവര് സഹായത്തിന് ആൾക്കാരില്ലാതെ മാതാജിക്ക് വരാൻ പറ്റില്ല. സുജന മാതാജിക്ക് ഒറ്റയ്ക്ക് പോരാൻ പറ്റില്ല. പിന്നെ എന്താ പറയുന്നത്,
അങ്ങനെ ഓരോരുത്തരും അവരവരുടേതായ വിഷമം പറഞ്ഞു. മാധവി രാധാമാതാജിക്ക് ആണെങ്കിൽ വീട്ടില് ഭയങ്കര ആഗ്രഹം മനസ്സിൽ ഇങ്ങനെ ഇരിക്കുന്നു. പക്ഷെ വീട്ടില് പ്രായപൂർത്തിയായിട്ടുള്ള പ്രഭു ഉണ്ട്. അപ്പൊ പ്രഭുവിനെ നോക്കാനായിട്ട് ആരുമില്ല. പിന്നെ പൊന്നമ്മ മാതാജിക്കാണ് ഏറ്റവും ആഗ്രഹമുള്ളത്. മാതാജി പക്ഷെ കാനഡയിൽ നിന്ന് ഫ്ലൈറ്റ് പിടിച്ചെങ്കിലും വന്നതിന് ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ കാനഡയിൽ നിന്നല്ല, യുഎസിൽ നിന്ന്. പക്ഷെ എന്ത് ചെയ്യാം, മാതാജി ഏതെങ്കിലും നിവൃത്തി ഉണ്ടേ വന്നേനെ. പിന്നെ സെപ്റ്റംബറിൽ അതൊക്കെ നടത്താനായിട്ട് പല ആൾക്കാർ സജഷൻ പറയും. സെപ്റ്റംബറിലും ആഗസ്റ്റിലും ഒക്കെ എനിക്ക് പൂർണ്ണമായ സന്തോഷമേ ഉള്ളൂ. പക്ഷെ എനിക്ക് വരാൻ പറ്റത്തില്ല. നിങ്ങൾ ആരെങ്കിലും ലീഡ് ചെയ്ത് അത് നടത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോഗ്രാം അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഈവൻ 50,000 രൂപ അഡ്വാൻസ് കൊടുത്തു റൂമിന്. അത് ക്യാൻസൽ ആകുന്നേ ഉള്ളൂ. ആരെങ്കിലും തയ്യാറായിട്ട് ഉണ്ടെങ്കിൽ ആരെങ്കിലും ലീഡ് ചെയ്യാമെങ്കിൽ ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് അറേഞ്ച് ചെയ്യാം. സെപ്റ്റംബറിലോ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒക്കുന്ന ഒരു സമയം പറയുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. പ്രോഗ്രാം നമുക്ക് വേണ്ടാന്ന് വെക്കാം. ആകെപ്പാടെ ഇപ്പൊ ചെയ്തിട്ടുള്ളൊരു റൂം ബുക്ക് ചെയ്ത് മാത്രമേ ഉള്ളൂ. അതിന്റെ അഡ്വാൻസിന്റെ പൈസ പോകുമെന്നുള്ള മാത്രമേ ഉള്ളൂ. അപ്പം പലർക്കും, അതായത് 90% ആൾക്കാർക്കും ബുദ്ധിമുട്ടാണ്. വിലാസിനി മാതാജിയും ലൈല മാതാജിയും ഒക്കെ അവർ മാത്രമാണ് ആദ്യമായിട്ട് തന്നെ നമുക്ക് പേരിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്, പേര് തന്നിട്ട്. പിന്നെ ഇവരെ നമ്മുടെ സത്സംഗത്തിലുള്ളവരെക്കാളും കൂടുതൽ വിസിറ്റിംഗ് വൈഷ്ണവേഴ്സ് ആണ് നമ്മുടെ കൂടെ വരാൻ ആഗ്രഹിക്കുന്നത്. കാര്യം എല്ലാവർക്കും കഴിഞ്ഞ പ്രാവശ്യത്തെ ആ സത്സംഗത്തിന്റെ യൂട്യൂബും അതെല്ലാം കണ്ട് അവർക്ക് എല്ലാവർക്കും ഭയങ്കര ആഗ്രഹം തോന്നിയിരിക്കുകയാണ്, ഒരുപാട് ആഗ്രഹം. അങ്ങനെ അവരെല്ലാരും വരാൻ എഗ്രി ചെയ്തിരിക്കുന്നു. മാലിനി മാതാജിയാണ് നമുക്ക് ഭഗവത്ഗീതയുടെ ഇനാഗുറേഷൻ ഒക്കെ നടത്താമെന്ന് എഗ്രി ചെയ്തിരിക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യാം, നമുക്ക് അത് എല്ലാവർക്കും അതിനുള്ള ഒരു അവസരം കിട്ടിയില്ലല്ലോ എന്നൊരു വിഷമമുണ്ട്. കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടൂടെയാണ് ഞാൻ ആ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത്, നമ്മളെല്ലാവരോടും കൂടി കൂടാനായിട്ട്. അപ്പൊ അതില് 50% കൂടുതൽ ആൾക്കാർക്ക് കൂടാനായിട്ട് പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമമുണ്ട്. പിന്നെ ഈ ഞാൻ പറഞ്ഞ പോലെ ആരെങ്കിലും ഈ പിന്നീട് മാറ്റി വെക്കാനായിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ലീഡ് ചെയ്യാൻ പറ്റും. എനിക്ക് അവധി കിട്ടുമെന്ന് യാതൊരു ഉറപ്പുമില്ല. കാര്യം ഇത് രണ്ടാമത്തെ ലീവാണ് ഞാൻ ഈ കമ്പനി ജോയിൻ ചെയ്ത് കഴിഞ്ഞ്. അപ്പൊ അതുകൊണ്ട് ഇത് തന്നെ എത്ര പാടുപെട്ടിട്ടാണ് എനിക്ക് കിട്ടിയതെന്ന് ഇനി ഭഗവാന് മാത്രമേ അറിയത്തുള്ളൂ. അപ്പം ആർക്കെങ്കിലും ലീഡ് ചെയ്ത് നടത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റി വെക്കുന്നതിന് കുഴപ്പമില്ല. അത് ശരിയല്ലേ, പ്രഭുജിക്ക് ലീവുള്ളപ്പോ പോവുക, പ്രഭുജിക്ക് ലീവുള്ള സമയത്ത് പോവുക. അപ്പൊ അതുകൊണ്ടാണ്, അല്ലാതെ അടുത്ത ബാച്ചില് ഞങ്ങളൊക്കെ വരാം. അല്ലാതെ കൂടെ എപ്പോഴും ഉണ്ടാവും, അല്ലാതെ എന്റെ ഒരു ധാർഷ്ട്യമായിട്ടോ തന്നിഷ്ടപ്രകാരം ആരോടും ആലോചിക്കാതെ തീരുമാനം എടുത്തെന്നോ ഉള്ള രീതിയിലുള്ള അങ്ങനെയൊന്നും ആരും വിചാരിക്കരുത്. അങ്ങനെ ആരെങ്കിലും വിചാരിച്ചെങ്കിൽ ഞാൻ അവരോട് ക്ഷമ ചോദിക്കുന്നു. അങ്ങനെ ധൈര്യമായിട്ട് ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് ധൈര്യമായിട്ട്. അപ്പൊ ഞാനത് കാരണം ഇപ്പൊ ആരോടും ഞാൻ ചോദിക്കുന്നില്ല. കാര്യം ചോദിക്കുന്ന ആൾക്കാരെല്ലാരും തന്നെ ചിലർക്ക് കൊച്ചുകുട്ടികളുണ്ട്, ചിലർക്ക് പ്രായം ചെന്ന ആൾക്കാരെ നോക്കാനുണ്ട്. അങ്ങനെ എല്ലാവരും പറഞ്ഞു. കാര്യം അവരെല്ലാവരും പറയുന്നതിൽ 100% ശരിയാണ് കാര്യങ്ങള്. പക്ഷെ നമ്മള് ഈ വർഷത്തിൽ നമ്മള് സംഘടിക്കാൻ ശ്രമിക്കുകയാണ് എല്ലാവരോടും കൂടി. അപ്പൊ ആ ഒരു ഫിസിക്കൽ ഭഗവത്ഗീതയുടെ ഇനാഗുറേഷൻ ആണ്. അത് നമ്മൾ മാലിനി മാതാജിയാണ് വന്ന് നിർവഹിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് പറ്റുന്നവര് ആ ഇനാഗുറേഷന്റെ അന്ന് രഥയാത്രയ്ക്ക് എങ്കിലും പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുക. 2 ദിവസമെങ്കിലും പറ്റുന്നവര് എന്നാണ് എന്റെ ഒരു എളിയ അപേക്ഷ. അത്രയേ ഉള്ളൂ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ആളെല്ലാം തികഞ്ഞോ എന്നുള്ളതാണ് ഞാൻ മാതാജി ആളായിട്ടില്ല എന്നുള്ള വിഷമാണ്. വിസിറ്റിംഗ് വൈഷ്ണവരാണ് നമ്മുടെ കൂടെ ഉള്ളവരെക്കാളും കൂടുതൽ. മാതാജി പറഞ്ഞ ആ 4 പേരും, പിന്നെ മാതാജി, ലൈല മാതാജി, എന്താ പറയുന്നത്, മധു തിലകം, പിന്നെ ചന്ദ്രികയ്ക്ക് പകരം രമ വരാന്ന് പറഞ്ഞിരിക്കുന്നത്. ചന്ദ്രിക സോമനാഥിന് പകരം. അപ്പൊ മാതാജിയുടെ ഗ്രൂപ്പിൽ ആരെങ്കിലും ഉണ്ട് അവരോട് പറഞ്ഞോളൂ. ആളായിട്ടേ ഇല്ല. ഞാൻ ആ കഴിഞ്ഞ ദിവസം എത്ര പേരുണ്ടെന്നുള്ള ഗ്രൂപ്പിൽ ഇട്ടായിരുന്നല്ലോ. അപ്പൊ അതിലെല്ലാം വിസിറ്റിംഗ് വൈഷ്ണവേഴ്സ് ആണ്. പിന്നെ എന്റെ കുടുംബക്കാരുമാണ് ഉള്ളത്. അവര് അത്രേ ഉള്ളൂ. അവരുടെയൊക്കെ പേരാണ് അങ്ങനെ 21 പേരാണ് വിസിറ്റിംഗ് വൈഷ്ണവർ അടക്കമുള്ളത്. അപ്പൊ അതുകൊണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള സത്സംഗങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകളോ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ അറിയിച്ചോളൂ.
ആൾക്കാരുണ്ടെങ്കിൽ കൊണ്ടുവരിക. കാര്യം ഇതൊരു അസുലഭ സന്ദർഭമാണ്. ഒരാൾക്കെങ്കിലും കൃഷ്ണാവബോധം കൊടുക്കാൻ പറ്റുക, അല്ലെങ്കിൽ ആ ഒരു വൈഷ്ണവ സംഗമത്തിൽ പ്രമുഖ വൈഷ്ണവര് നമുക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്. ഭഗവത്ഗീത നമ്മൾ ക്ലാസ്സിലേക്ക് നമ്മളെ അനുഗ്രഹം അവരുടെ എല്ലാം മേടിച്ചിട്ടാണ് ഭഗവത്ഗീത തുടങ്ങുന്നത്. അപ്പം അവരുടെ എല്ലാവരും അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഭഗവത്ഗീത പെട്ടെന്ന് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനായിട്ടും സാധിക്കും. അപ്പൊ അങ്ങനെ ആർക്കെങ്കിലും ആ ഒരു അവസരം നമുക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ അതൊരു വലിയ പുണ്യമായി കരുതി ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവരിക. ഇനി ആർക്കെങ്കിലും തീരെ, അതായത് സാമ്പത്തികമായിട്ട് അവർക്ക് പറ്റുന്നില്ല എങ്കിൽ, അവർക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ടുവരിക. ഞാൻ അതിന്റെ എന്താ പറയുന്ന, അവരുടെ ലക്ഷ്മി അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നില്ല. കാര്യം അതിന് ഞാനത് വിസ്റ്റാൻഡ് ചെയ്തോളാം. അപ്പൊ അങ്ങനെ ആർക്കെങ്കിലും പോരാണ്ട് താല്പര്യമുണ്ട്, പക്ഷെ അവരുടെ കയ്യിൽ ലക്ഷ്മി ഇല്ല, അല്ലെങ്കിൽ അതിന് സാമ്പത്തിക സ്ഥിതി ഇല്ല എങ്കിൽ അവര് നമുക്ക് അതിന് ഇളവ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ അതോർത്ത് വരാതിരിക്കരുത്. അപ്പൊ ഒരു ബസ്സിനുള്ള ആളെങ്കിൽ 21 ജൂലൈ എത്രയാ? ജൂൺ 20-ആം എത്രയാ? തീയതിയാണ് നമ്മൾ ജൂണാണ്. ജൂൺ 20-ആം തീയതിയാണ് നമ്മൾ എല്ലാവരും കൂടെ ഒത്തുകൂടുന്നത്. ഉച്ച കഴിയുമ്പം ഒത്തുകൂടിയിട്ട് അന്ന് വൈകുന്നേരം നമ്മൾ ജസ്റ്റ് എല്ലാവരോടും കൂടി ഒന്ന് ചെറിയൊരു കീർത്തനവും നരസിംഹ കവചവും ഒക്കെ ആയിട്ടിരിക്കുന്നു. 21-ആം തീയതി വെള്ളിയാഴ്ച വെളുപ്പിനെ പരിക്രമ ആരംഭിക്കും. അത് കഴിഞ്ഞിട്ട് 22-ആം തീയതി അല്ല 21-ആം പ്രഭുജി, തീയതി ഞാൻ വൈകുന്നേരമാണ് ചോദിച്ചതേ, വൈഷ്ണവ്. അല്ല ഒരു കാര്യം ഞാൻ പറയട്ടെ പ്രഭുജി, നമ്മുടെ പരിചയത്തിലുള്ളവരെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിലേ ഞാൻ അവരോടൊന്ന് പറയാമെന്ന് വെച്ചാ. നമ്മുടെ അവിടെ ഉള്ളവര്, കേരളത്തില് നമ്മുടെ അടുത്തുള്ളവര് ഒന്ന് രണ്ട് പേര് ഇങ്ങനെ പറഞ്ഞിരുന്നിട്ട് ഊറ് പോകുമ്പോ പറയണമെന്ന്. അപ്പൊ അങ്ങനെ അതെ, ഉണ്ടെങ്കിൽ ഞാൻ പറയാം. അപ്പൊ 21 അല്ലെ? പറഞ്ഞോളൂ. ജൂൺ 21. 20, 21, 22, 23. 20-ആം തീയതി അസംബ്ലി ചെയ്യുന്നു. 21-ആം തീയതി വെളുപ്പിനെ തുടങ്ങുന്നു, നമ്മൾ പരിക്രമം തുടങ്ങുന്നു. 21-ആം തീയതി വൈകുന്നേരമാണ് ഈ പറയുന്ന ഭഗവത്ഗീത ഇനാഗുറേഷനും വൈഷ്ണവ സംഗമവും. 22-ആം തീയതി പ്രഭുജി, വെളുപ്പിനെ അതിന്റെ ആ ലിങ്ക് ഇതിൽ കിടപ്പുണ്ടല്ലോ അല്ലെ? എന്റെ കയ്യിലും വന്നിട്ടുണ്ടോ? ഞാൻ നോക്കിയില്ല, ഞാൻ കണ്ടില്ല. ഗ്രൂപ്പിൽ അതൊന്ന് ഇട്ടായിരുന്നു. അവർക്ക് ഞാൻ ഇട്ട് ഒന്നുകൂടെ കൊടുക്കാം. ഷെയർ ചെയ്യാം. ഗ്രൂപ്പിൽ അപ്പൊ ഒന്നുകൂടെ ഷെയർ ഇട്ടേക്കൂ. ചെയ്യാം. ഞാൻ അവർക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പ്രഭുജിയുടെ നമ്പരും കൊടുക്കാം. അവര് വിളിക്കാൻ പറയാം അങ്ങനെ ഉണ്ടെങ്കിൽ. വിളിക്കോ, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാൻ പറയൂ. ആ ശരി പ്രഭുജി. 20-ആം തീയതി ആരെങ്കിലും 1-2 പേര് നേരത്തെ നമ്മള് പോന്നപ്പോഴേ അയ്യോ ഞാനും അറിഞ്ഞിരുന്നേ വന്നേക്കാന്നൊക്കെ പറഞ്ഞവരുണ്ട്. അപ്പൊ ഞാൻ ഒന്ന് ചോദിക്കാം. എന്നിട്ട് അങ്ങനെ ഉണ്ടെ അവർക്ക് താല്പര്യമുണ്ട്, ഇന്ന കോട്ടയത്ത് വരാൻ പറഞ്ഞാൽ മതിയല്ലോ. മതി. അപ്പൊ അതൊന്നുകൂടെ ഇട്ടേക്കും. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് അവരെ അറിയിക്കാം. വരുന്നുവെങ്കിൽ അവരും കൂടെ വരട്ടെ. ശരി പ്രഭുജി. ശരി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ പ്രോഗ്രാം. അപ്പൊ ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക. അവർക്ക് വരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അറിയിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ആ രഥയാത്രയുടെ അന്നോ അല്ലെങ്കിൽ ഈ വൈഷ്ണവ സംഘം നടക്കുന്ന അന്നോ എങ്കിലും പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുക. അവിടെ സ്റ്റേ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, വന്നിട്ട് പരിപാടി കൂടിയിട്ട് പോകാനുള്ള രീതിയിൽ വന്നിട്ട് പോകുക. പരിക്രമം ബുദ്ധിമുട്ടായിട്ടുള്ളവര്. അപ്പൊ ആ സമയത്ത് വെള്ളിയാഴ്ച ദിവസമാണ് വൈഷ്ണവ സംഗമവും ഇനാഗുറേഷനും ഭഗവത്ഗീത. അപ്പൊ അന്ന് പങ്കെടുക്കാൻ പറ്റുന്നവർ അങ്ങനെ, അല്ലാത്തവര് രഥയാത്രയുടെ ശനിയാഴ്ച രാത്രിയിൽ രഥയാത്രയ്ക്ക് പങ്കെടുക്കാൻ ശ്രമിക്കുക. അപ്പൊ അതൊന്നും അല്ല എങ്കിൽ നമ്മളെ പരിചയമുള്ള ആൾക്കാർക്ക് ഈ ഒരു അവസരം നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കൂടെ ഇതിനുള്ള കൃപ ഉണ്ടാകാനായിട്ട് ശ്രമിക്കുക. അത്രയുള്ള എനിക്ക് പറയാനുള്ളൂ. അപ്പം സർവം കൃഷ്ണാർപ്പണമസ്തു. വാഞ്ചാകൽപതരൂപശ്ച കൃപാസിന്ധുഭ്യവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവന്ത് കീ ജയ്. ആർക്കെങ്കിലും എന്തെങ്കിലും? പ്രഭു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഈ